ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോർട്ടിക്കൾച്ചർ പ്ലാന്റുകളുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മളൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ, ഫ്ലവറിൻ്റെ എന്തെങ്കിലും ഒരു അഗ്രികൾച്ചർ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, പ്ലാന്റ്സിനെ കൾച്ചർ ചെയ്തിട്ട് ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. അതുപോലെ ഗാർഡൻ ചെയ്യുക, ഗാർഡനിങ്, അതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന് ഉപയോഗിക്കുന്ന ടൂൾസ്, കാര്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചറിനകത്ത് നമ്മൾ ഒരുപാട് പ്ലാന്റുകളെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയെന്ന് മനസ്സിലാൽ റീപ്രൊഡ്യൂസ്ലി അതിനെ റീപ്രൊഡക്ഷൻ, അതിൻ്റെ ഒരു എണ്ണം കൂട്ടുക, മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊരു പ്രോസസ്സാണ് പ്രൊപ്പഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഹോർട്ടിക്കൾച്ചറായിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ എണ്ണം കൂട്ടേണ്ടതായ സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ധാരാളമായി വരാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രൊപ്പഗേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. സോ പ്ലാന്റ് പ്രൊപ്പഗേഷൻ ഇസ് എ റീപ്രൊഡക്റ്റീവ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ന്യൂ പ്രോജനീസ് വിച്ച് ആർ സിമിലർ ടു ദ പേരൻസ്. അതിൻ്റെ പേരൻറ്റിനോട് സിമിലറായ അതേ ക്യാരക്ടറുകളുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ പുതിയ പ്ലാന്റുകളെ ഉണ്ടാക്കിയെടുക്കുന്ന, അതിൻ്റെ പേരൻ പ്ലാന്റിനോട് സിമിലറായ പുതിയ പ്ലാന്റുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ്, ആ പ്രക്രിയനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സോ പ്ലാന്റ്സ് നാച്ചുറലി തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അവർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയും എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയും അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഒരുപാട് എക്സാമ്പിൾസും ഉണ്ട്. ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ, അഞ്ചോസ്പേംസ് എടുത്തു കഴിഞ്ഞാൽ, ഫ്ലവർ എന്ന് പറഞ്ഞാൽ സെക്സ് ഓർഗനാണ്. ആ സെക്സ് ഓർഗൻ വഴിക്ക് തന്നെ അവർ ധാരാളമായിട്ട് പോളിനേഷൻ വഴി ഗെമറ്റിക് ഫ്യൂഷൻ നടന്ന് പുതിയൊരു പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതുപോലെ സെക്ഷുവലായിട്ടും സ്പോറുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പല പ്ലാന്റുകൾ, ടെഡോഫൈറ്റ്സ് പോലത്തെ പ്ലാന്റുകളൊക്കെ സ്പോറുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പ്ലാന്റുകളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പാർട്സ്, സെക്ഷുവൽ പാർട്സ് അല്ലാതെ പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ്, പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റെം, റൂട്ട്, ലീഫ്, റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലാതെ മറ്റ് സെല്ലുകൾ അല്ലെങ്കിൽ മറ്റ് പാർട്ടുകളിൽ നിന്നും പുതിയൊരു പ്രോജനീനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സെക്ഷുവൽ പ്രൊപ്പഗേഷൻ ഈസ് ഓൾസോ നോൺ ആസ് സീഡ് പ്രൊപ്പഗേഷൻ. സീഡ് പ്രൊപ്പഗേഷൻ ഉണ്ട്, നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ട്. സം അതർ പ്രൊപ്പഗേറ്റ് സെക്ഷുവലി ആൻഡ് നോൺ സെക്ഷുവലി ആൻഡ് സം സ്റ്റിൽ അതർ പ്രൊപ്പഗേറ്റ് ഓൺലി വെജിറ്റേറ്റീവ്. ചില പ്ലാന്റുകൾ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യും. ചില പ്ലാന്റുകളാണ് വെജിറ്റേറ്റീവ്ലി മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യത്തുള്ളൂ. നമ്മുടെ ചുറ്റുപാടും തന്നെ നമുക്ക് അതിന് വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾക്ക് എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാഴ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റെമ്മിൽ നിന്നാണ് നെക്സ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. ഒരിക്കലും അതിൻ്റെ സീഡിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാകുന്നില്ല, കാരണം വാഴ പ്രിപ്പേർഡ് പ്ലാന്റ് ആയതുകൊണ്ടാണ് അത്രയും ഒരു ഫീച്ചർ അതിന് കിട്ടുന്നത്. അതുപോലെ ഹിബിസ്കസ്, ചെമ്പരത്തി എന്ന് പറയുന്ന പ്ലാന്റൊക്കെ, ധാരാളം പ്ലാന്റുകൾ നമ്മുടെ ചുറ്റും വെജിറ്റേറ്റീവ്ലി മാത്രമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ധാരാളം പ്ലാന്റുകൾ നമ്മൾ വളർത്താറുണ്ട്, കൾച്ചർ ചെയ്യാറുണ്ട് പല പല ആവശ്യങ്ങൾക്കായിട്ട്. ദെൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ് ആസ് എ ഫോം ഓഫ് asexual reproduction which involve the regeneration of new plants from a portion of vegetative organs such as stem, leaf and root. സ്റ്റെമ്മിൽ നിന്നോ ലീഫിൽ നിന്നോ റൂട്ടിൽ നിന്നോ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പാർട്ട് ഓഫ് പ്ലാന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കോൾഡ് ആസ് പ്രൊപ്പഗ്യൂൾ. നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ട് ഏതാണ്? നമ്മളിപ്പോൾ സ്റ്റെം ഉപയോഗിച്ചിട്ട്, നമ്മളിപ്പോൾ സ്റ്റെമ്മ് മുറിച്ച് ചെമ്പരത്തി നടുക, അതിൻ്റെ ഒരു സ്റ്റെം കട്ടിങ് ആണ് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റെം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ സോയിലിൽ നടുമ്പോഴാണ് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ചിലപ്പോൾ ലീഫ് അങ്ങനെ നമ്മൾ നടാറുണ്ട്, അതുപോലെ തന്നെ റൂട്ട് നടാറുണ്ട്. അങ്ങനത്തെ പല പ്ലാന്റുകളും പലതും പല പ്രൊപ്പഗ്യൂൾസാണ്. ആ പ്ലാന്റ് ഏത് പാർട്ടാണോ നമ്മൾ അതിനെ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് പ്രൊപ്പഗ്യൂൾ എന്നാണ് നോക്കുക. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്ന പ്രക്രിയയുടെ പ്രോസസ്സിനെയാണ് നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സോ അത് നാച്ചുറലി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻസ് അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി പ്രൊപ്പഗേഷൻ നടത്താറുണ്ട്. നമ്മൾ ധാരാളമായിട്ട് ഗാർഡനിങ് രംഗത്തൊക്കെ ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷൻ വളരെ സുലഭമായ ഒരു കാര്യമാണ്. സോ അത് ഏതൊക്കെ രീതിയിലാണ് പ്രൊപ്പഗേഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉപയോഗിക്കുന്ന ഒരു 4 മെത്തേഡാണ്: കട്ടിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് ആൻഡ് ബഡ്ഡിങ്. ഈ 4 നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡുകളാണ്. ഈ മേഖല ധാരാളം ആൾക്കാർ ഇതേപ്പറ്റിയൊന്നും ഒരു ശാസ്ത്രീയമായ പഠനമൊന്നും നടത്താതെ തന്നെയും ഇത് ചെയ്ത് പുതിയ പ്ലാന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അത് കട്ടിങ് അല്ലെങ്കിൽ ലെയറിങ് എന്ന് പറഞ്ഞ് നമ്മൾ പുതിയ പ്ലാന്റിനെ അല്ലെങ്കിൽ പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കട്ടിങ് അല്ലെങ്കിൽ ലെയറിങ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 പ്ലാന്റുകളുടെ ക്യാരക്ടറുകളെ ഒന്ന് ചേർത്തുകൊണ്ട് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ നമുക്കറിയാം, ചില പ്ലാന്റുകൾ
അത് സിമിലർ ആയിട്ടുള്ള പ്ലാന്റുകൾ, റിലേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ നടക്കത്തുള്ളൂ. ഇപ്പോൾ ബഡ്ഡിങ് വഴി ഫോർ എക്സാമ്പിൾ നമുക്കൊരു വൈറ്റ് ഫ്ലവർ ഉള്ളൊരു ഹിബിസ്കസ് ഉണ്ട്, അതുപോലെ റെഡ് ഫ്ലവർ ഉള്ളൊരു ഹിബിസ്കസ് ഉണ്ട്. സോ അതിനെ ബഡ് ചെയ്തിട്ട് ഒരു സെയിം പ്ലാന്റിൽ തന്നെ റെഡും വൈറ്റും വരുന്ന ഒരു രീതി നമ്മൾ ഹൈബ്രിഡിനെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ റബ്ബറിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. റബ്ബറിന് ചില ഈ കാട്ട് റബ്ബർ എന്ന് പറയുന്ന അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഒരു വൈൽഡ് വെറൈറ്റിയുടെ റൂട്ട് സിസ്റ്റം വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അതിന് നന്നായിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ മിൽക്കി വേ ലാറ്റക്സ് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. സോ നമ്മൾ ലാറ്റക്സ് പ്രൊഡക്ഷൻ വളരെ കൂടിയ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മും ലാറ്റക്സ് പ്രൊഡക്ഷൻ കുറഞ്ഞ എന്നാൽ റൂട്ട് സിസ്റ്റം അഡ്വാൻസ്ഡ് ആയ ഒരു പ്ലാന്റിൻ്റെ റൂട്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ റബ്ബർ വെറൈറ്റീനെ ഉണ്ടാക്കും. സോ അപ്പോൾ അതിൻ്റെ റൂട്ടും അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ലാറ്റക്സ് പ്രൊഡക്ഷനും അധികമായിരിക്കും. സോ അങ്ങനത്തെ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ബഡ്ഡിങ് നോക്കുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Cutting is the vegetative propagation by which a new plants are raised from a cutting of vegetative parts of parent plant. പേരൻറ്റ് പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് മുറിച്ച് നട്ടിട്ട് നമുക്കൊരു പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്നെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ബേസിക്കലി കട്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ പല പാർട്ട് എടുക്കാറുണ്ട്. സ്റ്റെം ടിപ്പ് കട്ടിംഗ് ഉണ്ട്, അതുപോലെ സ്റ്റെം സെക്ഷൻ കട്ടിംഗ് ഉണ്ട്, ലീഫ് കട്ടിംഗ് ഉണ്ട്, റൂട്ട് കട്ടിംഗ് ഉണ്ട്. അതിൽ സ്റ്റെം ടിപ്പ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് സ്റ്റെമ്മിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരു സ്റ്റെമ്മിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ ടിപ്പ് ഭാഗത്തായിരിക്കും എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ടാകും. ആ മെരിസ്റ്റമാറ്റിക് റീജിയനിൽ നിന്നായിരിക്കും പ്ലാന്റ് എപ്പോഴും ഗ്രോ ചെയ്ത് പോകുന്നത്. സോ അവർക്ക് എപ്പോഴും ഗ്രാജുവലി ഡിവൈഡ് ചെയ്യാനും പൊക്കം വെക്കാനും ഒക്കെ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, പ്രൈമറി ഗ്രോത്ത് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ടിപ്പ് ഭാഗത്തോടുള്ള ചേർന്നിട്ടുള്ള ടിപ്പ് ഭാഗം ഉൾപ്പെടുന്ന ഒരു സ്റ്റെമ്മിനെ കട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ നട്ട് കഴിയുമ്പോഴത്തേക്കും എന്താണ് നമുക്കൊരു ന്യൂ പ്ലാന്റ്സ് ആയിട്ടാണ്. അപ്പോൾ പ്ലാന്റ്സിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് പോലും പുതിയൊരു പ്ലാന്റായിട്ട് മാറാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത്. ഇതുപോലെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും ഒരു പുതിയ പ്ലാന്റായിട്ട് മാറാനാണ് സാധിക്കും. സോ നമ്മളൊരു കട്ടിങ് എടുത്തിട്ട് അതിനെ മണ്ണിൽ നടുകയാണെങ്കിൽ അതിൽ നിന്നും റൂട്ട് സിസ്റ്റംസ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ആ മണ്ണിൻ്റെ പ്രസൻസ് വരുമ്പോൾ അതിൽ കൂടുതൽ സൈറ്റോകൈനിൻ പോലത്തെ ഹോർമോണുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ റൂട്ട് ഇനീഷ്യേറ്റീവ് ഹോർമോണുകൾ വരുന്നു. ആ ഹോർമോണുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നതനുസരിച്ച് അതിനുള്ള സിഗ്നൽ റൂട്ടിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുകയാണ്. അത് റൂട്ടിലാണെന്നുള്ളപ്പോൾ ആ സിഗ്നൽ കിട്ടുന്നതനുസരിച്ച് അതിൽ റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അത് റൂട്ട് ഗ്രോ ചെയ്ത് ഒരു പുതിയ റൂട്ട് സിസ്റ്റമായിട്ട് മാറും. സോ ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ഈസ് കട്ട് ഔട്ട് ആൻഡ് യൂസ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ്. ടിപ്പ് കട്ട് ചെയ്ത് നമ്മളൊരു പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാണ്. ദ കട്ടിംഗ് മസ്റ്റ് ബി 8 cm ലോങ് ആൻഡ് മസ്റ്റ് ഹാവ് ലീവ്സ്. അതിന് പറയുന്ന കണ്ടീഷൻ ദ കട്ടിംഗ് മസ്റ്റ് ബി 8 cm അറ്റ്ലീസ്റ്റ് ആയിട്ട്, കുറഞ്ഞ പക്ഷം ഒരു 8 cm വേണം. നമ്മളിപ്പോൾ ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എപ്പോഴും 8 cm കറക്റ്റ് അളവിലൊന്നും കട്ട് ചെയ്യണമെന്നില്ല. അതൊരു പ്ലാന്റ്സിനനുസരിച്ച് ഇപ്പോൾ റോസിന് എത്ര സെൻറ്റിമീറ്റർ വേണമെങ്കിൽ ഹിബിസ്കസിന് അതിന് കൂടുതൽ വേണം. ആ ഒരു രീതിയിൽ ഒരു മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 8 cm വേണം എന്നൊരു കണ്ടീഷനിൽ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. മാത്രമല്ല അതിൽ ലീഫുകളും ഉണ്ടായിരിക്കും. കാരണം ഒരു ഫസ്റ്റ് ഗ്രോ ചെയ്ത് വരുന്ന ടൈമിൽ അതിന് ഫോട്ടോസിന്തസിസ് നടത്താനും ഉള്ളൊരു കപ്പാസിറ്റി വേണം. കാരണം അതിന് റിസർവ്ഡ് ഫുഡൊക്കെ അധികമായിട്ട് കാണില്ല. അപ്പോൾ അത് ആ റൂട്ട് ഇനിഷ്യേറ്റീവ് ഒക്കെ നടന്ന് വരുമ്പോഴത്തേക്കും തന്നെ റൂട്ടിൻ്റെ ഫംഗ്ഷനായി വരുന്നോടം വരെയൊക്കെ ഫോട്ടോസിന്തസിസ് നടത്താനും ഒരു എലൈവായിട്ട് നിൽക്കാനും ഒക്കെ പറ്റണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലീഫ്, പക്ഷേ റോസ് പോലത്തെ ചെടിയൊക്കെ നടുമ്പോൾ ചിലപ്പോൾ നമുക്ക് റൂട്ടൊന്നും യൂസ് ചെയ്യാറില്ല, ലീഫുള്ള സ്റ്റെം കട്ടിങ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. എങ്കിൽ പോലും അത് വളർന്നു വരാറുണ്ട്. റോസിൽ കൂടുതൽ നമ്മൾ ടിപ്പല്ല, ഒരു സെക്ഷൻ ഭാഗമാണ് എപ്പോഴും നടുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, സ്റ്റെം ടിപ്പ് കട്ടിങ് പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ് മോർ റാപ്പിഡ്ലി ദാൻ സ്റ്റെം സെക്ഷൻ കട്ടിങ്. അപ്പോൾ നോക്കുക, നമ്മുടെ സ്റ്റെം സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്മിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള കട്ടിങ്ങാണ്. സ്റ്റെം ടിപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടെർമിനൽ ആയിട്ടുള്ള ഭാഗത്തു നിന്നുള്ള കട്ടിങ്ങാണ്. സോ സ്റ്റെം ടിപ്പ് കട്ടിങ് പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ് മോർ റാപ്പിഡ്ലി ദാൻ സ്റ്റെം സെക്ഷൻ കട്ടിങ്. പെട്ടെന്നുണ്ടാകുന്ന ഏതാണ് സ്റ്റെം ടിപ്പിൻ്റെ കട്ടിങ്ങാണ്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവിടെ ഓൾറെഡി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടാണ്. ഒരു സ്റ്റെമ്മ് നമ്മളെടുത്താൽ അതിൻ്റെ ടിപ്പ് ഭാഗം ഓൾറെഡി ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന അപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് സോണുള്ള റീജിയനാണ്. സോ അതെപ്പോഴും പെട്ടെന്ന് ഗ്രോ ചെയ്യും. എന്നാൽ ഒരു ഇടയ്ക്ക് ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ മെരിസ്റ്റമാറ്റിക് റീജിയനൊക്കെ ഉണ്ടായി വരാനൊരു കാലതാമസം എടുക്കും. സോ അതുകൊണ്ട് അത് ഇച്ചിരി സ്ലോ ആയിട്ട് ഗ്രോ ചെയ്തു. ഇങ്ങനെ ഉണ്ടാകുന്ന കുറേ അധികം പ്ലാന്റുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് ലെൻഡാന, ഡുറേൻഡ, അതുപോലെ ഫില്ലാന്തസ്. ലെൻഡാന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൊങ്ങിണി, അരിപ്പൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ചെടിയാണ്. ദെൻ ഫില്ലാന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴാർനെല്ലി, ആ ഒരു വിഭാഗത്തിൽ വരുന്ന, അല്ലെങ്കിൽ നെല്ലിയുടെ ഒരു വിഭാഗത്തിൽ വരുന്ന ചെടികളൊക്കെയാണ് ഫില്ലാന്തസിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സൈസ് ചെടികൾ അല്ലെങ്കിൽ നെല്ലിയൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ കൂടെ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് പല നീഡ്സിനായിട്ട്. നമുക്കിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സോ അല്ലെങ്കിൽ ഓർണമെൻറ്റ് പ്ലാന്റ്സോ അങ്ങനെ പല പ്ലാന്റുകളും നമ്മൾ സ്റ്റെം ടിപ്പ് കട്ടിങ്ങിലൂടെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. സോ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ദെൻ സ്റ്റെം സെക്ഷൻ കട്ടിങ്.
ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റെം സെക്ഷൻ കട്ടിങ്, പീസസ് ഓഫ് സ്റ്റെം ആർ യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. ഓക്കെ, നമ്മളൊരു സ്റ്റെമ്മിൻ്റെ പല പല പീസസ് ആയിട്ട് മുറിച്ചിട്ട് ആ പീസസ് നമ്മൾ പ്ലാന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം. ഈച്ച് പീസ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ബഡ്. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. ഓരോ പീസിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ഗ്രോയിങ് ബഡ് ഉണ്ടാവും. ആ ബഡിൽ നിന്നാണ് പിന്നീട് ഗ്രോ, കാരണം ആ ഭാഗത്താണ്, ബഡ് റീജിയനിലാണ് മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാവും. ആ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു ബഡെങ്കിലും ആ സ്റ്റെമ്മിൽ ഉണ്ടാവണം എന്നൊരു കണ്ടീഷൻ പറയുന്നു. അതിന് എക്സാമ്പിൾസാണ് റോസ്, ഹിബിസ്കസ്, ടപ്പിയോക്ക. ടപ്പിയോക്കൊക്കെ നമുക്ക് പക്ക എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. കാരണം അതിൽ ധാരാളം നോട്ട്സ് ഉണ്ട് അല്ലേ. കപ്പയൊക്കെ നമ്മൾ നടുമ്പോൾ പല പല സ്റ്റെം കട്ടിങ് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് നടുന്നത്. റോസും ചെമ്പരത്തിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. സോ സ്റ്റെം സെക്ഷൻ കട്ടിങ്ങിന് നമ്മൾ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെം സെക്ഷൻ കട്ടിങ് തന്നെ ഒരു കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നുണ്ട്. സോഫ്റ്റ് വുഡ് കട്ടിങ്, സെമി ഹാർഡ് വുഡ് കട്ടിങ്, ഡെസിഡിയസ് ഹാർഡ് വുഡ് കട്ടിങ്, കോണിഫറസ് കട്ടിങ് ആൻഡ് ഹെർബേഷ്യസ് കട്ടിങ്. അതെല്ലാം ആ പേര് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്താണെന്ന്. സോഫ്റ്റ് വുഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ നത്തിങ്, ആ ഒരു കട്ട് ചെയ്യുന്ന ചെടിയുടെ വുഡ് എന്ന് പറയുന്ന വുഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കപ്പയുടെയൊക്കെ ഒരു വുഡ്, അതിൻ്റെ അകത്തെ വശം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പഞ്ഞി പോലത്തെ അല്ലെങ്കിൽ അത്ര തിക്കായിട്ടുള്ളൊരു പോർഷനൊന്നും ആയിരിക്കില്ല. സോഫ്റ്റ് വുഡാണ്. ദെൻ നെക്സ്റ്റ് സെമി ഹാർഡ് വുഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളത്, കുറച്ചുകൂടെ കട്ടി കൂടിയ ഒരു ചെമ്പരത്തി പോലത്തെ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള, ഇപ്പോൾ ഷീമക്കൊന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ, ആ ഒരു ഗണത്തിലൊക്കെ പെടുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റ്സിൻ്റെയൊക്കെ കട്ടിങ്ങിനെയാണ്. ഇതൊക്കെ നമ്മൾ നോർമലി ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുന്നതാണ്. ബട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സ്റ്റെം ഹാർഡ് വുഡ്, സെമി ഹാർഡ് വുഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ധാരാളമുണ്ട്. ദെൻ ഡെസിഡിയസ് ഹാർഡ് വുഡ് കട്ടിങ്, ഇത് കുറച്ചുകൂടി നല്ല ബലമുള്ള കട്ടിയുള്ള വുഡി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കട്ടിങ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ കോണിഫേഴ്സ് കട്ടിങ്. കോണിഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ജിംനോസ്പെമിനകത്താണ് കോണിഫേഴ്സ് വരുന്നത്. കോണിഫേഴ്സ് നമ്മൾ ഈ പൈനസ്, മെയിനായിട്ടും പൈനൊക്കെ ഉണ്ട്, പൈൻ നീഡിൽ ലൈക്ക് ലീവ്സ് ഒക്കെ ഉള്ള പൈനൊക്കെ ഈ മെത്തേഡിൽ കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഹെർബേഷ്യസ് ആയിട്ടുള്ള ചെറിയ കുറ്റിച്ചെടികൾ, ചെറിയ ചെറിയ ചെടികളും ഈ ഒരു മെത്തേഡിൽ കൂടെ, അതായത് സ്റ്റെം സെക്ഷൻ കട്ടിങ്ങിലൂടെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്രോജനികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ ലീഫ് കട്ടിങ്. ലീഫ് കട്ടിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻറ്റയർ ലീഫ് വെക്കാറുണ്ട്, അതുപോലെ ലീഫിനെ മുറിച്ചും നടാറുണ്ട്. ദെൻ എക്സാമ്പിൾ എല്ലാം മുളച്ച് നിൽക്കും. നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഭാഗത്ത് ഒരുപാട് ചെടികളില്ലെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് ധാരാളം ചെടികളുണ്ട്. പക്ഷേ നമ്മൾ ഇല മുളച്ച് അങ്ങനെ ചില ചെടികളൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യാറുണ്ട്. സോ ലീഫ് കട്ടിങ് ആർ ഹെർബേഷ്യസ് കട്ടിങ്. ഹെർബേഷ്യസ് പ്ലാന്റുകളാണ് നോർമലി യൂസ് ചെയ്യുന്നത്. കൺസിസ്റ്റിംഗ് എയ്തർ ഓർ എൻറ്റയർ ലീഫ് ഓർ പീസസ് ഓഫ് ഇറ്റ്. ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു എൻറ്റയർ ലീഫിനെ നടും, അല്ലെങ്കിൽ ആ ലീഫിനെ മുറിച്ച് കഷ്ണങ്ങളായിട്ട് നടും. പ്ലാന്റ്സ് ഹാവിങ് തിക്ക് ആൻഡ് ഫ്ലഷി ലീവ്സ് ക്യാൻ പ്രൊപ്പഗേറ്റ് ബൈ ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൽ കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നല്ല ഫ്ലഷി ആയിട്ടുള്ള, ഇപ്പോൾ ഇലമുളച്ചിന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ഇടുക്കിയിലൊക്കെ പറയുന്നത്, ഇവിടെ എന്താ പേരറിയും. സോ ആ ഒരു രീതിയിലുള്ള ചെടികൾ, അങ്ങനെയുള്ള ഫ്ലഷി ലീവ്സ് ഉള്ള ചെടികളിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം ഫ്ലഷി ലീവ്സിൽ ധാരാളം സ്റ്റോറേജ് ഫുഡുണ്ട്, അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജും അതുപോലെ ഒരു ജെല്ലി ആയിട്ടുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ട്. സോ അതിന് കുറച്ചുകൂടെ റീജനറേഷൻ കപ്പാസിറ്റി കൂടുതലാണ്. പുതിയൊരു പ്ലാന്റിലേക്ക് മാറാൻ, റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അതിനെ നമ്മൾ മുറിച്ച് മണ്ണിൽ നടുമ്പോൾ നമുക്കൊരു പുതിയ പ്ലാന്റ് കിട്ടാൻ എളുപ്പമാണ്. സോ അതിന് എക്സാമ്പിളാണ് ബിഗോണിയ, ബ്രയോഫില്ലം പോലുള്ള കുറച്ച് ചെടികൾ. ഓക്കെ, മലയാളം പേരറിയില്ല. ദെൻ പ്രൊപ്പഗേഷൻ ബൈ ലീഫ് കട്ടിങ് ഈസ് അഡ്വാൻറ്റേജസ് ഇൻ ദാറ്റ് it is very simple and easy to carry out and a large number of plants can be produced by a single parent plant. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ലീഫ് കട്ടിങ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ സ്റ്റെം കട്ടിങ്ങിനേക്കാളും ലീഫ് കട്ടിങ്ങിന് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പം ചെയ്യാം, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് നടന്നതിലും വളരെ എളുപ്പത്തിൽ തന്നെ ലീഫ് കട്ട് ചെയ്ത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. മാത്രം ഒന്ന് മുറിച്ചെടുക്കുക, വെറുതെ മണ്ണിൽ കുഴിച്ച് വെക്കുക, അത്രയും പരിപാടിയുള്ളൂ. ദെൻ ഇതിൻ്റെ മറ്റൊരു എണ്ണം വെച്ചാൽ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെം കട്ടിങ്ങിനേക്കാൾ കൂടുതൽ എണ്ണത്തിൽ കിട്ടും. ലീഫ് എപ്പോഴും ധാരാളമായിട്ട് എണ്ണ ഉണ്ടാവും. അത് മുറിച്ചുകൂടെ നടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്ലാന്റുകൾ, പേരൻറ്റിനെ പോലുള്ള കൂടുതൽ പ്ലാന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഈ ലീഫ് കട്ടിങ് തന്നെ ഒരു 4 ടൈപ്പ് പറയുന്നുണ്ട്. ദർ ആർ 4 മെയിൻ കൈൻഡ് ഓഫ് ലീഫ് കട്ടിങ്, നെയിംലി പാർഷ്യൽ ലീഫ് കട്ടിങ്, ഫുൾ ലീഫ് കട്ടിങ്, ലീഫ് വെയിൻ കട്ടിങ് ആൻഡ് ലീഫ് ബഡ് കട്ടിങ്. ഓക്കെ, അതും ഞാൻ ഈ പറഞ്ഞത് ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെച്ച് തന്നെ നമ്മൾ നോക്കാം. പാർഷ്യൽ ലീഫ് കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ദീസ് ആർ ഹെർബേഷ്യസ് കട്ടിങ് വിച്ച് ഇൻവോൾവ് എയ്തർ എ പീസ് ഓഫ് എ ലീഫ് ഓർ ആൻ എൻറ്റയർ ലീഫ്. ഓക്കെ, പാർഷ്യൽ ലീഫ് കട്ടിങ്ങിനകത്ത് അത്രയേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ ഒരു പീസ്, ഒന്നുകിലല്ല മിക്കവാറും ഒരു പീസ് ഓഫ് ആണ് നടുന്നത്. ഒരു ഇലയുടെ കഷ്ണം, ഒരു കട്ട് ചെയ്തിട്ട് ഒരു മുറിച്ച കഷ്ണം മാത്രമാണ്, ഒരു പീസ് മാത്രമാണ്
നടുന്നതാണ് പാർഷ്യൽ ലീഫ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഫുൾ ലീഫ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ ലീഫിനെയും നമ്മൾ പ്രൊപ്പഗ്യൂളായിട്ട് യൂസ് ചെയ്യുകയാണ്. അതിനെ നമ്മൾ നട്ട് ഒരു പുതിയൊരു ചെടീനെ റീജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. ദെൻ ലീഫ് വെയിൽ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ലീഫിൻ്റെ വെയിൽസിനെ മാത്രം. ഇൻ ദിസ് മെത്തേഡ് കട്ടിംഗ് ഈസ് മെയ്ഡ് അറ്റ് സെവറൽ പോയിന്റ് ത്രൂ ദ ലീഫ് വെയിൽസ്. The leaf is then placed face down the propagation medium. Plantlets grow from the cut point which touch the medium. അപ്പോൾ നമ്മൾ വെച്ചാൽ ഈ വെയിൻലെറ്റ്സ് വരുന്ന ഭാഗങ്ങളിൽ മുറിച്ചിട്ട് ആ ഭാഗം നമ്മൾ ഒരു മീഡിയം ഉണ്ടാക്കുന്നു. ഗ്രോയിങ് മീഡിയം ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെയും പ്രൊഡ്യൂസ് ചെയ്ത് മണ്ണിൽ നിന്ന് നട്ടിട്ട് മാത്രമല്ല നമുക്കൊരു ആർട്ടിഫിഷ്യൽ മീഡിയം ഉണ്ടാക്കാം. ഇപ്പോൾ ടിഷ്യൂ കൾച്ചറിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ടിഷ്യൂ കൾച്ചർ നമ്മളൊരു മീഡിയം ഉപയോഗിച്ചിട്ടാണ് കൾച്ചർ ചെയ്യുന്നത്. എന്നതുപോലെ ഒരു കുറച്ച് ഹോർമോണുകളുള്ള ഇത് ഗ്രോ ചെയ്യാനായിട്ട് എപ്പോഴും ഹോർമോണുകളാണ് വേണ്ടത്. ഓക്സിൻ, സൈറ്റോകൈനിൻ പോലുള്ള ചില ഹോർമോണുകളുടെ ഒരു ബാലൻസിലാണ് റൂട്ട് ഇനീഷ്യേഷനും ഷൂട്ട് ഇനീഷ്യേഷനും ഒക്കെ നടക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയത്തിൽ മുക്കി വെക്കുന്നു. ആ മീഡിയത്തിൽ മുക്കി വെക്കുന്ന പാർഷനിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ റൂട്ടൊക്കെ ഗ്രോ ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ലീഫ് ബഡ് കട്ടിങ്. ചില ലീവ്സിൽ നമുക്കറിയാം ദീസ് ആർ ഷോർട്ട് പീസസ് ഓഫ് സ്റ്റെം വിത്ത് അറ്റാച്ച്ഡ് ലീഫ് ആൻഡ് ബഡ് ഇൻ ദ ലീഫ് ആക്സിൽ. അതായത് ഒരു ബഡ് എവിടെ ഉണ്ടായി വരിക? ബഡും ബ്രാഞ്ചും ഒക്കെ ലീഫിൻ്റെ ആക്സിസിലാണ് എപ്പോഴും ഉണ്ടായി വരിക. സോ ആക്സിൽ പോർഷൻ ഉൾപ്പെടുന്ന ആ ഒരു സ്റ്റെം പോർഷൻ മൊത്തത്തിൽ ലീഫും അതിൻ്റെ ഒരു ബഡും ഒരു സ്റ്റെമ്മിൻ്റെ പോർഷനിൽ ഉൾപ്പെടുത്തി നമ്മൾ ആ ഒരു പോർഷനെ കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നു? കൾച്ചർ ചെയ്യുന്നു. കൾച്ചർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ബഡിൽ നിന്നും പുതിയൊരു പ്ലാന്റ് ഉണ്ടായി വരികയാണ്. ലീഫ് ബഡ് കൾച്ചറിങ്ങും ഉണ്ട്. സോ ഇതൊക്കെ ഈസി ആയിട്ട് നമ്മളും വീടുകളിലൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈസി ആയിട്ടാണ്. എന്താണ് സംഭവം എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ദെൻ റൂട്ട് കട്ടിങ്. അപ്പോൾ ഇതുപോലെ തന്നെ ചില ചെടികളുടെ റൂട്ട് കട്ട് ചെയ്ത് വെക്കാറുണ്ട്. കട്ട് പീസസ് ഓഫ് റൂട്ട് ആർ യൂസ്ഡ് ഫോർ ഗ്രോയിങ് ന്യൂ പ്ലാന്റ്സ്. എ നമ്പർ ഓഫ് ഗാർഡൻ ഷ്രബ്സ് ആൻഡ് ട്രീസ് ക്യാൻ മാനിപ്പുലേറ്റഡ് ബൈ റൂട്ട് കട്ടിങ്. ഇതുപോലെ റൂട്ട് കട്ടിങ് കൊണ്ട് നമ്മൾ കുറച്ച് ഷ്രബ്സും ട്രീസൊക്കെ അത്ര കോമൺ അല്ല. കാരണം അതിൻ്റെ റൂട്ടൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മളിതിന് വേറൊന്നും ചെയ്യില്ല. ഹെർബേഷ്യസ് പ്ലാന്റ് ക്യാൻ ലിഫ്റ്റഡ് കെയർഫുള്ളി ഫോർ ദിസ് പർപ്പസ്. ആൻഡ് നമ്മളൊരു ഹെർബേഷ്യസ് പ്ലാന്റിനെയൊക്കെ പറിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി അതിനൊരു ഒരു നോഡൽ പോർഷനൊക്കെ വരുന്ന അല്ലെങ്കിൽ സൈഡ് റൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മെയിൻ റൂട്ടിൽ ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ പോർഷനായിട്ട് എടുത്ത് ലോങ് സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് ഓരോ സെക്ഷനും നമ്മൾ നട്ട് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ റൂട്ടിൽ നിന്ന് തന്നെ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില പ്ലാന്റുകളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. എല്ലാ പ്ലാന്റുകളുടെയും റൂട്ടൊന്നും എടുത്താൽ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ ചില പെർട്ടിക്കുലർ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ ലീഫ് കട്ടിങ് നമ്മൾ ചെയ്ത് അത് ഏറ്റവും സൂപ്പറായിട്ട് വരുന്ന ചില പ്ലാന്റുകളുണ്ട്. സ്റ്റെം കട്ടിങ്ങിലൂടെ ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന കുറേ പ്ലാന്റുകളുണ്ടാകും. അതുപോലെ റൂട്ട് കട്ടിങ്ങിലൂടെ കിട്ടുന്ന പ്ലാന്റുകളുണ്ടാകും. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ബ്രെഡ് ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിംഗ് പ്ലാന്റാണ്. ബ്രെഡ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിനൊരു കോമൺ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ കട്ടിങ് നമ്മൾ കോമൺലി ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റോസ എന്നൊരു ചെടി. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സ്റ്റെം കട്ടിങ്ങിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കട്ടിങ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർഷനെ മുറിച്ച് നട്ടുകൊണ്ട് നമ്മളൊരു പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഒരുപാട് എണ്ണത്തെ ഒരു പേരൻ്റ് പ്ലാന്റിൽ നിന്നും ഒരുപാട് എണ്ണത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് നമ്പർ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ സെക്ഷുവൽ റീപ്രൊഡക്ഷനൊക്കെ വഴിക്ക് ചില പ്ലാന്റ്സ് 100 കണക്കിനോ 1000 കണക്കിനോ പ്ലാന്റുകളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ബദൽ മാർഗ്ഗമായിട്ട് ഈ വെജിറ്റേറ്റീവ് പാർട്ടിയിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ എണ്ണം പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബദൽ മാർഗ്ഗമായിട്ട് ആർട്ടിഫിഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചർ നമുക്ക് സിംഗിൾ സെല്ലിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്ലാന്റുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതാണ് സ്റ്റെം കട്ടിങ് എന്ന മെത്തേഡ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് പ്ലാന്റ് ഡിഫറെൻറ്റ് പാർട്സുകൾ ഡിഫറെൻറ്റ് വെജിറ്റേറ്റീവ് പാർട്സുകൾ കട്ട് ചെയ്ത് അത് നട്ടിട്ട് അത് പുതിയ പ്ലാന്റായിട്ട് ഗ്രോ ചെയ്തെടുക്കുന്നു. അതാണ് റൂട്ട് കട്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു മെത്തേഡ്, ഒരു പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലെയറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലെയറിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളി പറയുകയാണെങ്കിൽ ലെയറിങ് മറ്റൊന്നുമല്ല, കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള സ്റ്റെമ്മുകളുണ്ടാകും. പള്ളി പോലെ ഫ്ലെക്സിബിൾ, മുല്ല, അതുപോലെ ചില കൈൻഡ് ഓഫ് ഹിബിസ്കസ്, ജാസ്മിന ഹിബിസ്കസ്, അങ്ങനത്തെ ചില പ്ലാന്റുകളൊക്കെ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള. അപ്പോൾ ഇതിനെ ബെൻഡ് ചെയ്യിച്ചിട്ട് ആ ബെൻഡ് ചെയ്തിട്ടൊരു ഭാഗം, ഒരു ബാർക്കിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് ഒരു റിങ് ഷേപ്പിൽ ഒരു വളയം പോലെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഭാഗം മണ്ണിൽ ചേർത്ത് വെക്കുന്നു. സോ ആ ഭാഗത്തുനിന്ന് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്തുനിന്ന് പുതിയ റൂട്ട് വരികയും ആ ഭാഗം പിന്നീട് റൂട്ട് നന്നായിട്ട് ഗ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്തിട്ട് നടുകയും ചെയ്യുന്നു.
അപ്പോൾ ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ മൊത്തത്തിൽ പ്ലാന്റ് ചെയ്യുന്ന ആദ്യമേ മുറിച്ച് മാറ്റുകയല്ല, മറിച്ച് നമ്മളിത് ബെൻഡ് ചെയ്ത് സോയിലിനോട് ചേർത്ത് വെച്ച് അതിൽ നിന്ന് റൂട്ടൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് മാറ്റി പുതിയതായിട്ട് നടുന്നു. ഈ ഒരു പ്രോസസ്സാണ് ലെയറിംഗ് എന്ന് ഡയറക്റ്റ്ലി പറഞ്ഞത്. ഓക്കെ, സോ ലെയറിംഗ് ഇസ് എ പ്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്ലാന്റ് ഫ്രം എ ഇൻഡാക്റ്റ് ബ്രാഞ്ച് ഓഫ് പേരൻറ്റ് പ്ലാന്റ് ബോഡി ബൈ ഇൻഡ്യൂസിങ് റൂട്ട് ഇനിഷ്യേഷൻ. ഇൻഡാക്റ്റ് ബ്രാഞ്ചാണ്, ആ ചെടിയിൽ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നത്. ഇത് നമ്മൾ ഒരിക്കലും മുറിച്ച് മാറ്റുന്നില്ല, അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ആ ബ്രാഞ്ചിനെ നമ്മൾ റൂട്ട് ഇനിഷ്യേഷൻ നടത്തിയതിന് ശേഷം മുറിച്ച് മാറ്റുകയാണ്. ദ ഇൻഡാക്റ്റ് ബ്രാഞ്ച് ദാറ്റ് പ്രൊഡ്യൂസ് റൂട്ട് ഈസ് കോൾഡ് എ ലെയർ. അങ്ങനെയുള്ള ആ ഒരു ബ്രാഞ്ചിനെ, നമ്മുടെ ഇൻഡാക്റ്റ് ആ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള ആ ഇൻഡാക്റ്റ് ബ്രാഞ്ചിനെയാണ് നമ്മളൊരു ലെയർ എന്ന് വിളിക്കുന്നത്. സോ അതിൽ നിന്നാണ് ലെയറിംഗ് എന്നൊരു പേരും വരുന്നത്. എ ന്യൂ പ്ലാന്റ് ഈസ് പ്രൊഡ്യൂസ് ഫ്രം ഇറ്റ് ബൈ ബെൻഡിങ് ഇറ്റ് ഡൗൺ ടു ദ സോയിൽ ഫോർ ഫോർമേഷൻ ഓഫ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ്. അതിനെ ബെൻഡ് ചെയ്ത് നമ്മൾ മണ്ണിൽ ചേർത്ത് കുത്തി വയ്ക്കുന്നു. അതിൻ്റെ പിക്ചറൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കാര്യം മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുത്തി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിനെ കട്ട് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട്. വൺസ് റൂട്ട് ആൻഡ് ഷൂട്ട്സ് ആർ ഫോംഡ്, ദ ബ്രാഞ്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ പേരൻറ്റ് പ്ലാന്റ് ആൻഡ് പ്ലാന്റഡ് എൽസ്വെയർ. ആ പേരൻറ്റ് പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് നടക്കുന്നു. അപ്പോൾ ഇതിലും കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെയറിങ് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 5 ടൈപ്പ് ലെയറിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ പറയുന്നത്. സിമ്പിൾ ലെയറിംഗ് ഉണ്ട്, എയർ ലെയറിംഗ് ഉണ്ട്, കോമ്പൗണ്ട് ലെയറിംഗ് ഉണ്ട്, മൗണ്ട് ലെയറിംഗ് ഉണ്ട്, ആൻഡ് ട്രെഞ്ച് ലെയറിംഗ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എയർ ലെയറിംഗ്, ആ പേരിനകത്ത് എയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ കോൾഡ് ബൂട്ടി ഓർ പോട്ട് ലെയറിംഗ് ഓർ ചൈനീസ് ലെയറിംഗ്. ഇപ്പോൾ ചൈനക്കാർ കണ്ടുപിടിച്ചുകൊണ്ട് ചൈനീസ് ലെയറിംഗ് എന്നും അതുപോലെ പോട്ട് ലെയറിംഗ് എന്നും അതുപോലെ ഗൂട്ടി എന്നൊക്കെയുള്ള സിനോനീംസിലൊക്കെ അറിയപ്പെടും. ഈ സിനോനീംസ് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാലും ഇതെന്താ എയർ ലെയറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ആൻ ഏരിയൽ ബ്രാഞ്ച് ഈസ് ഗിർഡിൽഡ് ഓർ വൂണ്ടഡ് ടു പ്രൊമോട്ട് റൂട്ടിങ്. ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ടാ, ഇവിടെ ഞാൻ പറഞ്ഞു ലെയറിംഗ് ബേസിക്കലി നമ്മളൊരു ബ്രാഞ്ചിനെ ബെൻഡ് ചെയ്യിച്ച് സോയിലിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഭാഗത്താണ് നമ്മളൊരു മുറിവുണ്ടാക്കി അല്ലെങ്കിൽ ഒരു വൂണ്ടുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് റൂട്ടിനെ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളൊരു ഏരിയൽ ബ്രാഞ്ചാണ്. എയറിൽ തന്നെ നിൽക്കുന്ന, ബെൻഡ് ചെയ്യാതെ നേരെ നിൽക്കുന്ന ഒരു ബ്രാഞ്ചിനെ തന്നെ നമ്മളൊരു മുറിവുണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ റൂട്ട് ഇനീഷ്യേഷനുള്ള കാര്യം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെറുതെ ചെയ്യാൻ പറ്റത്തില്ല, അവിടെ റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സോയിലിൻ്റെ സാന്നിധ്യവും അല്ലെങ്കിൽ റൂട്ട് ഇനീഷ്യേറ്റിംഗ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൻ്റെ സാന്നിധ്യവും വേണം. സോ ദ ഗിർഡിൽഡ് പാർട്ട് ഈസ് ദെൻ റാപ്ഡ് വിത്ത് മോയിസ്റ്റ് റൂട്ടിംഗ് മീഡിയം ആൻഡ് കവേർഡ് വിത്ത് ദ പോളിത്തീൻ ഷീറ്റ്. അപ്പോൾ റൂട്ടിംഗ് ആയിട്ടുള്ള മീഡിയം ഉണ്ട്, ചില മീഡിയത്തിനകത്തൊക്കെ റൂട്ടിംഗ് ഹോർമോൺസൊക്കെ അടങ്ങുന്ന അല്ലെങ്കിൽ നാച്ചുറലി തന്നെ കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വൈക്കോല് പോലത്തെ ചില സാധനങ്ങളൊക്കെ നനച്ച് ചേർത്ത് പൊടിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്യും. സോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ മണ്ണ് തന്നെയോ ഇനി അതല്ലെങ്കിൽ റൂട്ടിംഗ് മീഡിയം, നമുക്ക് കെമിക്കൽസ് ഉപയോഗിച്ച് റൂട്ടിംഗ് മീഡിയം ഉണ്ടാക്കിയിട്ട് അതോ ഈ മുറിവുണ്ടായ ഭാഗത്ത് നമ്മൾ പൊത്തി വെച്ചിട്ട് അതിനെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. കാരണം മഴയോ മറ്റോ വെയിലിൻ്റെ കാര്യം കൊണ്ടോ ഒരു എയറിനോട് എക്സ്പോസ് ഒന്നും ആവാതെ ഉണങ്ങിയൊക്കെ പോവാതെ നമ്മളത് കംപ്ലീറ്റ്ലി പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യും. ദ റൂട്ട് സ്റ്റാർട്ട്സ് ഗ്രോയിങ് ഫ്രം എബോ ദ ഗിർഡിൽഡ് ഓർ വൂണ്ട്. ആ മുറിവ് നമ്മൾ എവിടെയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നായിട്ട് സ്ലോലി റൂട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു. വെൻ ദ ഗുഡ് നമ്പേഴ്സ് ഓഫ് റൂട്ട്സ് ആർ ഫോംഡ് ദ ബ്രാഞ്ച് ഈസ് കട്ട് ഓഫ് ആൻഡ് പ്ലാന്റഡ് എൽസ്വെയർ. അത് ഒരു കുറച്ചധികം റൂട്ട് ഫോം ആയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ആ റൂട്ടിംഗ് മീഡിയത്തോടു കൂടി തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കൊണ്ട് നടേണ്ടത് ആ ഭാഗത്ത് കൊണ്ട് നടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എയർ ലെയറിംഗ് ഈസ് എ കോമൺലി എംപ്ലോയ്ഡ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ് ഹൂസ് വുഡി ബ്രാഞ്ചസ് ആർ റെയർലി ബെൻഡ്. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെൻഡിങ് നടത്താൻ പറ്റില്ല, കാരണം വളച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. ബ്രേക്കായി പോകുന്ന ടൈപ്പ് സ്റ്റെമ്മുകളുണ്ട്, കുറച്ച് റിജിഡായിട്ടുള്ള ഇറക്റ്റായിട്ട് നിൽക്കുന്ന സ്റ്റെമ്മുകളുണ്ട്. അങ്ങനെയുള്ള സ്റ്റെമ്മുകളിലാണ് നമ്മൾ എയർ ലെയറിംഗ് നടത്തുന്നത്. കാരണം മണ്ണിലേക്ക് നമുക്ക് അതിന് വളച്ചെത്തിക്കാൻ പറ്റില്ല. സോ റൂട്ടിംഗ് മീഡിയം നമുക്ക് എയർ വെച്ച് തന്നെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അതിന് എക്സാമ്പിളാണ് മാൻജിഫെറ, ഗൂവ, ഇക്സോറ, ഫൈക്കസ്, നമ്മുടെ മാവ്, പേര, അതുപോലെ ചെത്തി എന്നാണ് ഞങ്ങൾ പറയാറ്. ഫൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയാൽ, പേരാൽ, മെയിൻലി പേരാലായിരിക്കും. സോ ആ പേരാൽ അല്ലെങ്കിൽ അത്തി എന്നൊക്കെ പറയുന്നതെല്ലാം ഫൈക്കസ് ആണ്. സോ ആ പ്ലാന്റുകളൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ കൂടെ വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ട് ഈസിയായിട്ട് സിമ്പിളി വായിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വലിയ ടേംസോ കണ്ടീഷൻസോ ടെർമിനോളജിയോ ഒന്നും വരുന്നില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒരു നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന
ഗാർഡനിലൊക്കെ ഒരുപാട് പേര് പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. സോ അതെന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ദെൻ സിമ്പിൾ ലെയറിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് സിമ്പിൾ ലെയറിങ്. ഇറ്റ് ഈസ് എ വെരി ഈസി ഇൻ ദോസ് സ്പീഷ്യസ് ഹൂസ് ഷൂട്ട്സ് ആർ ഫ്ലെക്സിബിൾ. ഷൂട്ട്സ് ഫ്ലെക്സിബിൾ ആണ്, വളയും, ബെൻഡ് ചെയ്യുമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇൻ സിമ്പിൾ ലെയറിങ് എ കൺവീനിയൻറ്റ് ലോവർ ബ്രാഞ്ച് സെലക്ടഡ് ആൻഡ് ബെൻഡ് ടു സോയിൽ. എപ്പോഴും നമ്മൾ ലോവർ ആയിട്ടുള്ള ബേസ് ഭാഗത്തായിട്ട് മണ്ണിനോട് ചേർന്നുള്ള ഭാഗത്തുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെം ആയിരിക്കും എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. കാരണം അതാണ് മണ്ണിനോട് ചേർക്കാൻ ഏറ്റവും എളുപ്പം. ടിപ്പ് ഭാഗത്തുനിന്നൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല മെക്കാനിക്കൽ പ്രഷറൊക്കെ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ അധികം മെക്കാനിക്കൽ പ്രഷർ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഒരു പുള്ളിങ് പ്രഷറൊന്നും ഉണ്ടാവത്തില്ല. അത് അതിനോട് ചേർന്ന് നിന്നോളൂ. ഓക്കെ, ഇസ് പാർട്ട് ദാറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട് ഈസ് ഗ്രിഡിൽഡ് ആൻഡ് കവർ വിത്ത് എ മോയിസ്റ്റ് സോയിൽ. നമ്മൾ ആ ഭാഗത്ത് മുറിച്ച് അല്ലെങ്കിൽ ആ ഭാഗത്തെ ബാർക്ക് എടുത്ത് കളഞ്ഞിട്ട് ആ തൊലി ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ആ ഭാഗം മണ്ണിട്ട് മൂടുന്നു. മണ്ണിനോട് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വെച്ച് കവർ ചെയ്യുന്നു. ദ ഗിർഡിൽഡ് പോർഷൻ ഈസ് റെഗുലർലി വാട്ടേഡ് ഫോർ ഇനിഷ്യേറ്റീവ് റൂട്ടിങ്. ഇപ്പോൾ റൂട്ടിങ് നടക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. വെൻ സഫീഷ്യൻ്റ്ലി റൂട്ടഡ് ദ ലെയർ ഈസ് കട്ട് അവേ ഫ്രം ദ പേരൻറ്റ് ആൻഡ് പ്ലാന്റഡ് എൽസ്വെയർ. ആവശ്യത്തിന് റൂട്ടായി കഴിയുമ്പോൾ നമ്മളതിനെ മുറിച്ചെടുക്കുന്നു, എവിടെയെങ്കിലും കൊണ്ട് നടക്കുന്നു. ഇതെല്ലാം സെയിം മെത്തേഡൊക്കെ തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ലെയറിങ്ങിൻ്റെ കാര്യത്തിൽ എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എയർ വെച്ച് ചെയ്യുന്നു. സിമ്പിൾ ലെയറിങ് മണ്ണിലേക്ക് ബെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ അതിന് ഫിലോഡെൻഡ്രോൺ, ഡിഫൻബാക്കിയ എന്നൊക്കെ പറയുന്ന പ്ലാന്റുകൾ. സോ ഇതെന്താണെന്നൊരു കണ്ട് മനസ്സിലാക്കാനായി നെറ്റ് സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കോമൺലി ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. അതിനിപ്പോൾ മലയാളത്തിൽ അങ്ങനെ അധികം പേരുകളൊന്നും നമ്മൾ പറയാറില്ല. ഓക്കെ, ദെൻ കോമ്പൗണ്ട് ലെയറിങ്. കോമ്പൗണ്ട് ലെയറിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലെയറിങ് തന്നെയാണ്, പക്ഷേ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ബെൻഡ് ചെയ്ത് മണ്ണിൽ മുട്ടിക്കുന്നത് ഒരൊറ്റ പോയിൻറ്റിൽ മാത്രമായിരിക്കില്ല. നമ്മൾ സ്റ്റെമ്മ് എടുത്ത് നല്ല നീളമുള്ള സ്റ്റെം എടുത്തിട്ട് അതിൻ്റെ ഒരു 3-4 പോയിൻറ്റുകളുണ്ട്, 3-4 ഭാഗങ്ങളിൽ ഇതുപോലെ ഗ്രിഡിൽഡാക്കിയിട്ട് വൂണ്ടുണ്ടാക്കിയിട്ട് ആ 3-4 ഭാഗങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ട് മണ്ണിൽ പൊതിഞ്ഞ് മണ്ണിനോട് ചേർത്ത് മണ്ണ് മൂടി വയ്ക്കുകയാണ്. സോ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ലെയറിങ് ചെയ്താൽ നമുക്ക് ഒരൊറ്റ പ്ലാന്റ്സിനെ മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. കോമ്പൗണ്ട് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പ്ലാന്റ്സ് നമുക്ക് ഒറ്റ സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ദ ലെയറിങ് in which a long lower branch is bent to the ground, notched at different points. Notched എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ആ ഒരു ബാർക്ക് എടുത്ത് കളയുന്നു ഉദ്ദേശിക്കുക. Notched at different points and then notched points touching the ground and covered with soil. സിമ്പിൾ ലെയറിങ് ചെയ്ത് തന്നെ കാര്യം, പക്ഷേ കുറച്ചധികം ഡിഫറെൻറ്റ് പോയിൻറ്റുകൾ ചെയ്യുന്നു എന്ന് മാത്രം. സോ ദെയർ ആർ ഓൾട്ടർനേറ്റീവ് കവേർഡ് ആൻഡ് അൺകവേർഡ് റീജിയൻ. അതുകൊണ്ട് തന്നെ മണ്ണിട്ട് മൂടിയതും മൂടാത്തതുമായ ഭാഗങ്ങൾ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കാണും. ഇതിൻ്റെ എല്ലാം പിക്ചർ വ്യക്തമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ഒറ്റ അവിടെ നിങ്ങൾക്ക് സംഭവം എന്നാണ് ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, വെൻ ദ റൂട്ട്സ് ആർ ഫുള്ളി ഫോംഡ് കട്ട് അവേ ആൻഡ് പ്ലാന്റഡ് എസ്. അതും അതുപോലെ തന്നെ റൂട്ട് ഫുള്ളി ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനെ മുറിച്ചിട്ട് പല ഭാഗത്തിടും. ഇതിൻ്റെ എക്സാമ്പിൾ ഫൈക്കസ് ആണ്. അരയാലൊക്കെ നമുക്ക് ഈ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അനദർ ടൈപ്പ് ഓഫ് ലെയറിങ് ഇസ് ട്രെഞ്ച് ലെയറിങ്. ഇവിടെ നമ്മളെന്ന് വെച്ചാൽ ഒരു കുഴി ഉണ്ടാക്കണം. ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കണം. ആ കുഴിയിലേക്കാണ് നമ്മൾ ഈ ബെൻഡ് ചെയ്യുന്നത്, പ്ലാന്റ് ബെൻഡ് ചെയ്ത് വെക്കുന്നതിനൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ബേസിക്. ഇതിൻ്റെ ഒരു ബേസിക്സ് പിടി കിട്ടി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. സോ ട്രെഞ്ച് ലെയറിങ്, ദ ലെയറിങ് ഇൻ വിച്ച് എ ബ്രാഞ്ച് ഇസ് ബെൻഡ് ടു ദ ഗ്രൗണ്ട് പ്ലേസ്ഡ് സ്ട്രേറ്റ് ഇൻ എ ഷാലോ ട്രെഞ്ച്. ഒരു ആഴം കുറഞ്ഞ ട്രെഞ്ച് ഉണ്ടാക്കി ആ ട്രെഞ്ചിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ കവേർഡ് വിത്ത് സോയിൽ. അത് നമ്മൾ മണ്ണിട്ട് വീണ്ടും മൂടി വെക്കും. അപ്പോൾ അതെന്തിനായിരിക്കും ട്രെഞ്ച് ലെയറിങ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ബെൻഡ് ചെയ്തിട്ട് മണ്ണിനോട് ചേർത്ത് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അത് നിൽക്കാത്ത അങ്ങോട്ടൊരു പുള്ളിയും പ്രഷർ അല്ലെങ്കിൽ മെക്കാനിക്കലി പൊങ്ങിപ്പോകുന്ന ഇച്ചിരി ബലമൊക്കെ ഉള്ളൊരു സാധനമാണെങ്കിൽ കുറച്ചുകൂടെ ബലം കൊടുത്ത് നമ്മൾ കുഴിക്കകത്തിട്ട് അടച്ചു വെക്കുക, ഉറപ്പിച്ച് വെക്കുകയാണെങ്കിൽ അത് തിരിച്ച് പൊങ്ങി റിട്ടേൺ ബാക്ക് ആയിട്ട് പോകത്തില്ല. സോ അതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നത്. റൂട്ട് സ്പ്രോട്ട്സ് ഫ്രം ദ നോട്ട്സ്. റൂട്ട്സ് അല്ല, ഷൂട്ട്സ് ആർ റൂട്ട്സ് സ്പ്രോട്ട് ഫ്രം ദ നോട്ട്സ്. അതിൻ്റെ നോഡുകളിൽ നിന്ന് വെക്കുന്നതിൻ്റെ നോഡുകളിൽ നിന്ന് പയ്യെ റൂട്ടും ഷൂട്ടൊക്കെ വരാൻ തുടങ്ങുന്നു. ദെൻ അത് നമ്മളെന്താ കട്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് എവിടെയാണ് നടേണ്ടത് അവിടെ കൊണ്ട് നട്ടു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലെയറിങ് ഈസ് മൗണ്ട് ലെയറിങ് എന്ന് പറയും. മൗണ്ട് ലെയറിങ് ഇസ് എ ടൈപ്പ് ഓഫ് ലെയറിങ് ഇൻ വിച്ച് ദ പേരൻ്റ് പ്ലാന്റ് ഈസ് ഫസ്റ്റ് പ്രോൺഡ് ആൻഡ് ദെൻ basal portion of stem is covered with the soil. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അപ്പുറത്ത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതായിട്ട് വെച്ചാൽ നമ്മളൊരു പ്ലാന്റ് ഉദ്ദേശിക്കുക. ഓക്കെ, അതിന് മെയിനായിട്ട് സ്റ്റെം ഉണ്ട്. അതിൻ്റെ ഏകദേശം ബേസ് ഭാഗത്തു നിന്ന് 2 സൈഡിലേക്കും 2 ബ്രാഞ്ച് പോകുന്നുണ്ട്. തൊട്ട് മേളിൽ നിന്ന് വീണ്ടും 2 ബ്രാഞ്ച് പോകുന്നുണ്ട്. അങ്ങനെ ഒരു
കുറച്ചധികം ബ്രാഞ്ചുകൾ ഏറ്റവും ബേസ് പോർഷനിൽ നിന്ന് തന്നെ ഉണ്ടായി പോകുന്നുണ്ട്. ചില ടൈപ്പ് പ്ലാന്റുകൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒരു ബേസിൽ നിന്ന് തന്നെ 1, 2, 3, 4 ബ്രാഞ്ചുകൾ ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ പ്രൂൺ ചെയ്യും. പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ് ചെയ്യുന്ന നമ്മളൊരു മെത്തേഡൊക്കെയാണ്. നമ്മൾ ഗാർഡനിൽ പറഞ്ഞു ഇതിനെ വെട്ടി റെഡിയാക്കി ഷേപ്പൊക്കെ ആക്കുന്ന ഒരു പരിപാടിയാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രൂണിങ് ചെയ്തിൻ്റെ ലീഫൊക്കെ കുറേ അധികം വെട്ടിക്കളഞ്ഞിട്ട് ആ ബേസിൽ ആ ബ്രാഞ്ചുകൾ വരുന്നതിൻ്റെ ആ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ചെറിയ വൂണ്ട് പോലെയൊക്കെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ബ്രാഞ്ചുകളെല്ലാം കൂടെ ഫുള്ളായിട്ട് നമ്മൾ മണ്ണിട്ട് മൂടി വെക്കുന്നു. ആ ബ്രാഞ്ചുകളുടെ എല്ലാം ഒരു മുറിവുകൾ മൂടുന്ന രീതിയിൽ മണ്ണിട്ട് മൂടി വെക്കുന്നു. സോ അങ്ങനെ മണ്ണിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ മുറിവുകളിൽ നിന്ന് റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങുന്നു. നമ്മൾ ഓരോന്നിനെയും കട്ട് ചെയ്ത് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് നടുന്നു. സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. ഇതൊക്കെ ഈസിയാണ്, നമുക്ക് ഒറ്റ വായനയിൽ തന്നെ കിട്ടുന്നതാണ്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, so bound layering is a type of layering in which the parent plant is first pruned and then basal portion of its stem is covered with the soil. This enables root formation in the newly developing shoots. പുതിയതായിട്ട് വരുന്ന ഷൂട്ടുകളിലെല്ലാം റൂട്ട് ഫോം ചെയ്യാൻ തുടങ്ങുന്നു. The rooted shoots are then severed and planted. കട്ട് ചെയ്യുന്നു, എവിടെയെങ്കിലും വേറെ മാറ്റി നടന്നു. എക്സാമ്പിൾ ഗൂസ്ബെറി, ജാസ്മിൻ. ഗൂസ്ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലി, അതുപോലെ നമ്മുടെ ജാസ്മിൻ, മുല്ല ഒക്കെ ഈ രീതിയിൽ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എയർ ലെയറിങ്ങിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ദ ഡോട്ടർ പ്ലാന്റ് വിൽ ഗെറ്റ് വാട്ടർ, ന്യൂട്രിയൻസ്, ഗ്രോത്ത് ഹോർമോൺസ് ഫ്രം ദ മദർ പ്ലാന്റ് അണ്ടിൽ ഇറ്റ് ഇസ് സെവേർഡ് ഫ്രം ദ മദർ പ്ലാന്റ്. അല്ലേ, നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ്, അതായത് കട്ടിങ് ചെയ്ത് സ്റ്റെം കട്ടിങ് ഒക്കെ ചെയ്ത് നമ്മൾ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനേക്കാളും ഇതിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് സെറ്റ് ആവുന്നോളം വരെ, റൂട്ടൊക്കെ ആയി വരുന്നോളം വരെ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പേരൻ്റ് പ്ലാന്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊന്ന് ഗ്രോ ചെയ്യാനായിട്ട് ഇതിൻ്റെ റൂട്ടൊക്കെ വന്ന് സ്വന്തമായിട്ട് ആ റൂട്ടൊക്കെ അബ്സോർവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. പക്ഷെ കട്ടിങ്ങിൽ അങ്ങനെയല്ല, നമ്മൾ ഒരു പ്ലാന്റിന് കംപ്ലീറ്റ്ലി ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി നടുകയാണ് ചെയ്യുന്നത്. സോ അതിനും കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. ഇതിൽ തന്നെ ഇൻഡാക്റ്റായിട്ട് നിൽക്കുമ്പോൾ പേരൻ്റ് പ്ലാന്റ് ഇതിന് വേണ്ട ന്യൂട്രിയൻസും ഗ്രോത്ത് ഹോർമോൺസും ഒക്കെ കൊടുത്തോളും. ദെൻ ലെയറിങ് ഇസ് റാദർ ഈസി ടു ക്യാരി ഔട്ട്. ലെയറിങ് നമ്മുടെ കട്ടിങ്ങിനേക്കാളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ബഡ്ഡിങ്ങിനേക്കാളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യും. ദർ ഇസ് എ വെരി ഹൈ ചാൻസ് ഓഫ് ഫോർ റൂട്ടിങ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ടിങ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു അഡ്വാൻറ്റേജാണ്. പ്ലാന്റ്സ് വിച്ച് കനോട്ട് ബി പ്രൊപ്പഗേറ്റഡ് ബൈ കട്ടിങ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ബൈ ലെയറിങ്. കട്ടിങ് കൊണ്ടൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാത്ത പ്ലാന്റുകൾ ലെയറിങ് കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അതിന് കാരണം ആദ്യം പറഞ്ഞ കാരണം തന്നെയാണ്. കട്ടിങ്ങിൽ നമ്മൾ ആ പ്ലാന്റിന് പറിച്ച് നട്ട് കഴിയുമ്പോഴത്തേക്കും അതിന് പിന്നെ ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാണ്ടാണ് നശിച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രോത്ത് സ്റ്റേജിൽ എത്തുന്നോട്, പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുന്നോടം വരെ പേരൻ്റ് പ്ലാന്റ് അതിന് ഫുഡും ന്യൂട്രിയൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അത് ചിലപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജാണ് മെയിനായിട്ട് ലെയറിങ്ങിനുള്ള. ഇതേ അഡ്വാൻറ്റേജിൻ്റെ കൂടെ തന്നെ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. ഓക്കെ, മെനി പ്ലാന്റ്സ് കനോട്ട് ബി പ്രൊഡ്യൂസ് ഫ്രം എ മദർ പ്ലാന്റ് ഇൻ എ ഷോർട്ട് ടൈം. ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ്. ഒരുപാട് പ്ലാന്റുകൾ നമ്മളൊരു പേരൻ്റ് പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അറ്റ് എ ടൈം. ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ലെയറിങ് ചെയ്താലും ഒരു 3 or 4, ഇപ്പോൾ ഏറ്റവും ലോവറായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റെമ്മിൽ നിന്നും 3 or 4 ആ ഒരു നമ്പറിൽ, ഒരു ബിലോ 10 എന്ന രീതിയിലൊക്കെ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലെയറിങ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ദോസ് പ്ലാന്റ് വിച്ച് ഇസ് പ്രൊഡ്യൂസ് ലോ ലൈങ് ബ്രാഞ്ചസ്. അത് മറ്റൊരു ഡിസഡ്വാൻറ്റേജാണ്. താഴ്ന്ന രീതിയിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രാഞ്ച് ഉള്ളതിൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ലെയറിങ് നടത്താൻ പറ്റുക. അല്ലാണ്ട് എയർ ലെയറിങ് നടത്താം, പക്ഷേ എയർ ലെയറിങ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്ലാന്റുകളുടെ എണ്ണവും വളരെ കുറവാണ്. ദെൻ ലെയറിങ് എസെൻഷ്യലി റിക്വയർ റെഗുലർ വാട്ടറിങ് ഓൾമോസ്റ്റ് ഡെയിലി. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും തന്നെ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ഒരു കെയർ എപ്പോഴും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. പക്ഷേ കട്ടിങ്ങിനകത്ത് നമുക്കതൊന്നും വേണ്ട. നമ്മൾ മുറിച്ച് കൊണ്ട് നട്ട് ആദ്യത്തെ 2 വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒരു ഇതൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മൈൻഡ് ചെയ്തില്ലെങ്കിലും അത് തന്നെ ഗ്രോ ചെയ്തോളും. അല്ലെങ്കിൽ നനവുള്ള മണ്ണൊക്കെയാണ്, ഇപ്പോൾ നനച്ചില്ലെങ്കിലും തന്നെ ഗ്രോ ചെയ്തോളും. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും തന്നെ കെയർ ചെയ്ത് വാട്ടറൊക്കെ കൊടുക്കണം. എയർ ലെയറിങ്ങിലൊക്കെ എല്ലാ ദിവസവും നമ്മളത് നോക്കണം, റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഐശ്യ നോക്കരുത്, അല്ലാണ്ട് ഒരു ഗ്രോത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. പോളിത്തീനൊക്കെ ആകുമ്പോഴത്തേക്കും മനസ്സിലാകാൻ സാധ്യതയുണ്ട്. സോ ആ രീതിയിലെല്ലാം നല്ല രീതിയിൽ നോക്കി ഒരു എക്സ്ട്രാ കെയർ ലെയറിങ്ങിന് കൊടുക്കണം. അതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു. സോ ഈ 2 മെത്തേഡ്സും നമ്മളൊരു പേരൻ്റ് പ്ലാന്റിൽ നിന്നും അതിനോട് ഐഡൻറ്റിറ്റി ഉള്ള അതേപോലെ തന്നെ ഇരിക്കുന്നു, അല്ലേ? ഒരിക്കലും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴിക്ക് നമുക്കതിൻ്റെ വ്യത്യസ്തമായ ക്യാരക്ടറുള്ളൊരു ജീവിനെ കിട്ടില്ല.
കാരണം ഒരു പേരൻ്റ് എങ്ങനെയാണോ അതിൻ്റെ സിമിലർ സെല്ലുകൾ തന്നെയാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ആ സെല്ലിൽ നിന്ന് വരുന്ന ഒരു പ്ലാന്റിന് അതിൻ്റെ തന്നെ ക്യാരക്ടർ ഉണ്ടാവും. എന്നാൽ മിക്സഡ് ക്യാരക്ടർ ഹൈബ്രിഡുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ബഡ്ഡിങ് ചെയ്യാം, വെജിറ്റേറ്റീവിലാണെങ്കിൽ ബഡ്ഡിങ് ചെയ്യാം, അതല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനോടെ മാത്രമേ ഇൻ്റർമിക്സ് ക്യാരക്ടറുള്ള 2 പേരൻറ്റിൻ്റെ ക്യാരക്ടറുള്ള ഒരു പ്രോജനിനെ കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ മറ്റൊരു മെത്തേഡ് നമ്മൾ കേട്ടിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് ആണ് ഞാനിപ്പോൾ റബ്ബറിലൊക്കെ ആപ്ലിക്കേറ്റബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് asexual propagation in which parts of 2 different plants are joined together so they continue their growth as one plant. ഓക്കെ, മനസ്സിലാക്കുക. ഇതെന്താണ്? എസെക്ഷൽ പ്രൊപ്പഗേഷൻ തന്നെയാണ്, പക്ഷേ ഇത് ഒരു പ്ലാന്റിലല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്ത കട്ടിങ്ങും അല്ലെങ്കിൽ ലെയറിങ്ങും ഒക്കെ ഒരു സിംഗിൾ പേരൻറ്റിലാണ് ചെയ്തത്. പക്ഷേ ഇവിടെ 2 പേരൻ്റ് എന്ന് പറയാം, 2 പേരൻ്റ് തൽക്കാലം പറയാം. പക്ഷേ മെയിൽ ഫീമെയിൽ ആയിരിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പം മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് അങ്ങനെയൊന്നുമില്ല. 2 മെയിൽ പ്ലാന്റ് 2 ഫീമെയിൽ പ്ലാന്റ് ആണെങ്കിലും ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ ഇവിടത്തെ പ്രത്യേകത എന്താ വെച്ചാൽ 2 പ്ലാന്റുകളെ ചേർത്ത് നമ്മളൊരു പുതിയ ടൈപ്പ് 2ൻ്റെയും ക്യാരക്ടറുള്ള ഒരു പ്ലാന്റിനെ ഉണ്ടാക്കുന്നു. ആ ഒരു രീതിയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ ഗ്രാഫ്റ്റിംഗ് എ സ്റ്റെം കട്ടിംഗ് ഫ്രം എ ഡോണർ പ്ലാന്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് റൂട്ടഡ് റെസിപ്പിയൻറ്റ് പ്ലാന്റ്. ഓക്കെ, നമുക്കൊരു ഡോണർ പ്ലാന്റിൽ നിന്നും ഒരു സ്റ്റെം കട്ടിങ് എടുത്തിട്ട് ഒരു റെസിപ്പിയൻറ്റ് പ്ലാന്റിലേക്ക് നമ്മൾ ആ റെസിപ്പിയൻറ്റ് പ്ലാൻ എങ്ങനെയാണ്? റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും, അതിലേക്ക് കൊടുക്കുകയാണ്. അതാണ് ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ റബ്ബറിൽ റൂട്ട് സിസ്റ്റം നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റബ്ബർ എടുത്തിട്ട് അതിൻ്റെ റൂട്ട് നിലനിർത്തിക്കൊണ്ട് നമ്മൾ സ്റ്റെമ്മിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആ കട്ട് ചെയ്ത് ആ ഭാഗത്തേക്ക് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാറ്റക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്ലാന്റിൻ്റെ ഷൂട്ട് കൊണ്ട് പിടിപ്പിച്ചു കൊടുക്കും. ഇത് തമ്മിൽ ഇതിൻ്റെ കേമ്പിയത്തിൽ നിന്നാണ് മെസ്റ്റോമാറ്റിക് ടിഷ്യൂ ഉണ്ടാകുന്നത്. ഇതിൻ്റെ കേമ്പിയം തമ്മിൽ മ്യൂച്വലായിട്ട് യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒറ്റ പ്ലാന്റായിട്ട് വളരും. അപ്പോൾ നമുക്ക് റൂട്ട് സിസ്റ്റവും നന്നായിട്ടുള്ള ലാറ്റക്സ് പ്രൊഡക്ഷൻ നന്നായിട്ടുള്ള ഒരു പുതിയ പ്ലാന്റായിട്ട് കിട്ടുന്നു. സോ അതേ മെത്തേഡാണ്. അവിടെ ഒരു ഡോണർ പ്ലാന്റ് ഉണ്ടാവും, അത് സ്റ്റെമ്മിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അവിടെ റെസിപ്പിയൻ പ്ലാന്റ് ആയും അത് അതിൻ്റെ റൂട്ട് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടാണ് വളരുന്നത്. ഓക്കെ, അപ്പോൾ ദ ഡോണർ ആൻഡ് റെസിപ്പിയൻ യൂഷ്വലി ബിലോങ് ടു റിലേറ്റഡ് സ്പീഷീസ് ഓർ വെറൈറ്റി. നമുക്കിത് എല്ലാ പ്ലാന്റിലും ആപ്ലിക്കബിൾ അല്ല, റിലേറ്റഡ് ആയ പ്ലാന്റുകളിലാണ് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ചെമ്പരത്തി എടുത്തിട്ട് അതിലേക്ക് റോസിനെ കൊണ്ടുവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. നമുക്ക് റിലേറ്റബിൾ ഒരേ സ്പീഷീസിൽ തന്നെയുള്ള വെറൈറ്റികളിലോ അല്ലെ ഒരേ ജീനസിൽപ്പെട്ട 2 സ്പീഷീസുകളിലോ ഒക്കെ മാക്സിമം നമുക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ മെത്തേഡിൽ കൂടെങ്കിൽ റബ്ബറിൻ്റെ തന്നെ 2 വെറൈറ്റി, വൈൽഡ് വെറൈറ്റി ഉണ്ട്, നമ്മൾ അല്ലാതെ ഒരു മ്യൂട്ടേഷനൊക്കെ വന്ന് മാറിയ ഒരു നാടൻ വെറൈറ്റി ഉണ്ടാവും. ഈ 2 വെറൈറ്റിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു പുതിയ വെറൈറ്റീനെ ഉണ്ടാക്കുന്നത്. ഈ റബ്ബറിന് പകരം ഇപ്പോൾ നമ്മൾ റൂട്ട് എടുക്കുന്ന ഇപ്പോൾ കാപ്പിയുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ട്രീയുടെ റൂട്ട് എടുത്തിട്ട് അതിലേക്ക് റബ്ബറിനെ ആപ്ലിക്ക് ചെയ്യാൻ ഇതൊക്കെ നടക്കത്തില്ല. സോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സിമിലാരിറ്റി ഉള്ള വെറൈറ്റീസിനുള്ളിലോ സ്പീഷീസിനുള്ളിലോ ഒക്കെ മാത്രമേ സെയിം സ്പീഷീസിനുള്ളിലൊക്കെ മാത്രമേ ഇത് നമുക്ക് കൂടുതലായിട്ടും പോസിബിൾ ആവത്തുള്ളൂ. ചെമ്പരത്തിയിലൊക്കെ ഇത് ഈ മെത്തേഡൊക്കെ ധാരാളം യൂസ് ചെയ്യാറുണ്ട്. ചെമ്പരത്തി നമ്മൾ പറഞ്ഞാൽ ഒരേ ചെമ്പരത്തി തന്നെ പല ടൈപ്പ് ഫ്ലവേഴ്സ്, പല കളർ ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ഗ്രാഫ്റ്റൊക്കെ ചെയ്തെടുക്കാറുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്തും ബഡ് ചെയ്തൊക്കെ എടുക്കാറുണ്ട്. ബഡ്ഡിങ്ങാണ് കൂടുതലും ഗ്രാഫ്റ്റിങ് ചെയ്യാറുണ്ട്. ദെൻ the stem cutting from the donor plant is called a scion or graft. നമ്മുടെ ആ സ്റ്റെം കട്ടിങ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെം കട്ടിങ് ഒരു പേരൻ്റ് പ്ലാന്റ് ഒരു ഡോണർ പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ആ സ്റ്റെം കട്ടിങ്ങിനെ നമ്മളിവിടെ വിളിക്കുന്ന പേരാണ് സയോൺ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് എന്ന് പറയും. സോ ആ വേർഡിൽ നിന്നാണ് ഗ്രാഫ്റ്റിംഗ് എന്നൊരു വേർഡ് വന്നിരുന്നത്. സോ സയോൺ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് എന്നാണ് ആ കട്ടിങ്ങിനെ വിളിക്കുന്ന പേര്. ദെൻ ദ റൂട്ടഡ് റെസിപ്പിയൻ പ്ലാന്റ് ടു വിച്ച് സയോൺ ഈസ് അറ്റാച്ച്ഡ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. നമ്മൾ ഏത് പ്ലാന്റിലേക്കാണോ ഇത് അപ്ലൈ ചെയ്യുന്നത് ആ റൂട്ടഡ് പ്ലാന്റിന് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ആ പേര് റൂട്ട് സ്റ്റോക്ക് എന്നുള്ള പേര് അതിൻ്റെ ആണെന്ന് ഓർത്തിരിക്കാൻ പ്രയാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയും 2-3 ടൈപ്പ് ഗ്രാഫ്റ്റിംഗ് പറയുന്നുണ്ട്. ദ കോമൺ ടൈപ്പ് ഓഫ് ഗ്രാഫ്റ്റിംഗ് ആർ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്, ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ആൻഡ് വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്. ഓക്കെ, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്, ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ആൻഡ് വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. ഇൻ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് സയോൺ ആൻഡ് സ്റ്റോക്ക് ആർ റൂട്ടഡ് ഇൻ സോയിൽ. 2 പ്ലാന്റും നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ്. 2 പ്ലാന്റും എങ്ങനെയാണ്? മണ്ണിൽ റൂട്ടഡായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ചെയ്യുന്നത്. അതായത് സ്റ്റെം കട്ടിങ് കൊണ്ടുവന്ന് മറ്റൊരു റൂട്ട് സ്റ്റോക്കിലേക്ക് പിടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് 2 പ്ലാന്റും ആദ്യം റൂട്ടഡായിട്ട് തന്നെ 2ഉം അടുത്തടുത്ത് നിൽക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ നമുക്കിത് എപ്പോഴും ചെയ്യാൻ എളുപ്പം. ചെടിച്ചട്ടി വളരുന്ന 2 പ്ലാന്റ് ആണെങ്കിൽ അതിനെ അടുത്തടുത്ത് കൊണ്ട് വെച്ചിട്ട് എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ,
എ പീസ് ഓഫ് ബാർക്ക് ഇസ് സ്ലൈസ്ഡ് അവേ ഫ്രം ദ കറസ്പോണ്ടിങ് പോർഷൻ ഓഫ് സയോൺ ആൻഡ് സ്റ്റോക്ക്. നമ്മുടെ സയോണിൻ്റെയും സ്റ്റോക്കിൻ്റെയും ഒരു പീസ് ഓഫ് ബാർക്കിനെ നമ്മൾ അടുത്തടുത്ത് അതിനോട് ചേർന്ന് വെക്കുന്ന രണ്ട് ഭാഗത്തിലെ ആ ബാർക്കിനെ നമ്മൾ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് ദെൻ ദെയർ കട്ട് പോർഷൻസ് ആർ പ്രസ്ഡ് എഗനൈൻസ്റ്റ് ഈച്ച് അതർ സീൽഡ് വിത്ത് ഗ്രാഫ്റ്റിംഗ് വാക്സ് ആൻഡ് ടൈറ്റ്ലി ടൈ ടുഗദർ. ആ കട്ട് ചെയ്ത ആ തൊലി ഭാഗം നമ്മൾ ചെത്തിക്കളഞ്ഞ ആ പോർഷൻ, രണ്ട് ചെടിയുടെ പോർഷനുകൾ തമ്മിൽ ചേർത്ത് നല്ല അമർത്തി പിടിച്ചതിന് ശേഷം ഗ്രാഫ്റ്റിംഗ് വാക്സ് എന്ന് പറയുന്ന ഒരു വാക്സ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ ഒട്ടിക്കുന്നു. ദെൻ അതിന് ചുറ്റും നമ്മൾ ഈ പോളിത്തീൻ കവറോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ബാൻഡേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നാളിരിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ലെയറിങ്ങും കട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും നമ്മുടെ സയോണും റൂട്ട് സ്റ്റോക്കും ഒക്കെ പേരൻ്റ് പ്ലാന്റിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഇവർക്ക് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ഇത് തമ്മിൽ ചേർന്ന് ഇതിൻ്റെ കേമ്പിയം എന്ന് പറയുന്ന മെരിസ്റ്റമാറ്റിക് റീജിയൻ തമ്മിലൊന്ന് യോജിച്ച് കൺവിൻസ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സയോണിൻ്റെ, അതായത് സ്റ്റെമ്മിൻ്റെ എന്ത് ചെയ്യും, റൂട്ട് ഭാഗം കട്ട് ചെയ്ത് കളയും. അതുപോലെ നമ്മുടെ റൂട്ട് സ്റ്റോക്കിൻ്റെ സ്റ്റെം ഭാഗവും കട്ട് ചെയ്ത് കളയും. സ്റ്റെം ഭാഗം എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണോ നമ്മൾ ഇത് യോജിപ്പിച്ച് വെച്ചേക്കുന്നത് അതിന് മുകളിലേക്കുള്ള ഭാഗം കട്ട് ചെയ്ത് കളയും. നമ്മുടെ സ്റ്റെമ്മിൻ്റെ സയോണിൻ്റെ ആണെങ്കിൽ എവിടെ വെച്ചാണോ യോജിപ്പിച്ചേക്കുന്നത് അതിന് താഴേക്കുള്ള ഭാഗം കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇതൊരു സിംഗിൾ പ്ലാന്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഷൂട്ട് സിസ്റ്റം ഫുള്ള് സയോണിൻ്റെയും റൂട്ട് സിസ്റ്റം ഫുള്ള് നമ്മുടെ റൂട്ട് സ്റ്റോക്കിൻ്റെയുമായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദെയർ കട്ട് പോർഷൻസ് ആർ പ്രസ്ഡ് അഗൈൻസ്റ്റ് ഈച്ച് അതർ സീൽഡ് വിത്ത് ഗ്രാഫ്റ്റിംഗ് വാക്സ് ദെൻ ടൈറ്റ്ലി ടൈഡ് ടുഗദർ. ഹീലിംഗ് ഇൻ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഈസ് വെരി റാപ്പിഡ്. ഇങ്ങനെയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മുറിവുകൾ ശരിയാകും, ഹീൽ ചെയ്യും. സോ അതിന് കാരണം ഞാൻ പറഞ്ഞു പേരൻ്റ് പ്ലാന്റിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. Once the healing is complete, the top of the stalk above the grafting point and base of the scion below the grafting point നമ്മൾ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ സയോണിൻ്റെ സ്റ്റെമ്മ് മതി, റൂട്ട് വേണ്ട, അപ്പോൾ നമ്മൾ റൂട്ട് കട്ട് ചെയ്യുന്നു. നമ്മുടെ റൂട്ട് സ്റ്റോക്കിൻ്റെ റൂട്ട് മതി, സ്റ്റെം വേണ്ട, അപ്പോൾ സ്റ്റെം ഭാഗം ഇത് രണ്ടും ഗ്രാഫ്റ്റിംഗ് പോയിന്റ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ സയോൺ ഗ്രോസ് ഓൺ ദ സ്റ്റോക്ക് ആസ് എ ന്യൂ പ്ലാന്റ്, ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് ആ സ്റ്റോക്കിൽ വളർന്നു വരുന്നു. സിമ്പിൾ നമ്മൾ പറഞ്ഞ ഗ്രാഫ്റ്റിംഗ് തന്നെ, പക്ഷേ പേരൻ്റ് പ്ലാന്റിനെ നിർത്തിക്കൊണ്ട് സ്ലൈസ് ചെയ്ത് രണ്ട് ഭാഗം ചേർത്ത് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ പ്രോസസ്സ് നടത്തുന്നത് എന്ന് മാത്രം ഒന്ന് ഓർക്കുക. ഓക്കെ, ഇതിൽ മെയിനായിട്ട് രണ്ട് കോമൺ ആയിട്ടുള്ള പറയുന്നുണ്ട്, സ്ലൈസ് അപ്രോച്ച് ഗ്രാഫ്റ്റിങ്ങും ടങ് അപ്രോച്ച് ഗ്രാഫ്റ്റിങ്ങും. സ്ലൈസ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബാർക്കിനെ സ്ലൈസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെയാണ് സ്ലൈസ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ടങ് അപ്രോച്ച് ഗ്രാഫ്റ്റിങ്ങിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അടുത്തടുത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിലും ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റെമ്മിനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു പോർഷൻ ഒരു ടങ് ലൈക്ക് ഷേപ്പിൽ കട്ട് ചെയ്തു, അതായത് സയോൺ റൂട്ട് സ്റ്റോക്കിനകത്തൊരു കട്ടിങ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സയോൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടങ് പോർഷൻ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ടങ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിക്ചർ നോക്കി അല്ലെങ്കിൽ വീഡിയോ കണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോസും ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോസൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു വീഡിയോ ഇത് കണ്ടതിന് ശേഷം എന്താണെന്നുള്ള ജസ്റ്റ് ഒറ്റ വീഡിയോ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലിരുന്നു. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വായിക്കേണ്ടതും പഠിക്കേണ്ട ആവശ്യമില്ലാണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ കാര്യം കിട്ടുന്നതാണ്. സോ അങ്ങനൊരു വീഡിയോ ഒക്കെ കാണാൻ പറ്റുമെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ എൻ്റെ പിക്ചർ, നിങ്ങൾ ടെക്സ്റ്റ് കിടക്കുന്ന പിക്ചറിൽ നിന്നും നന്നായിട്ട് നോക്കിയാൽ തന്നെ കാര്യം എന്തെന്നുള്ളത് മനസ്സിലാവും. സോ അതൊന്ന് എഴുതി പിടിപ്പിക്കാൻ വേണ്ടി ആ സെൻറ്റൻസുകളൊന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് വായിക്കുക. ബാക്കി മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു പോർഷൻ കൂടിയാണ് ഈ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ദെൻ ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ മെത്തേഡ് of grafting in which a cleft or notches are made in the stalk and into wedge shaped cuttings or scions are fixed. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ, നമ്മുടെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരേ വണ്ണത്തിലുള്ള സ്റ്റെമ്മുകളാണ് പോസിബിൾ ആവത്തുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ KMBM ഒരേ പൊസിഷനിൽ തന്നെ വരത്തുള്ളൂ, തമ്മിൽ ചേരത്തുള്ളൂ. ഒരു വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും തമ്മിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ KMBM പോർഷൻസ് ഒരേപോലെ വരത്തില്ല, അത് ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമുക്കിനി വേറൊരു സാഹചര്യം വന്നു, നമ്മുടെ ഒരു പ്ലാന്റ് കുറച്ച് വണ്ണം കൂടിയതും എന്നാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട പ്ലാന്റിന് അത്ര വണ്ണവും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നൊന്ന് കൂട്ടുക. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് എന്നൊരു പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ വണ്ണം കൂടിയത് റൂട്ട് സ്റ്റോക്ക് ആയിരിക്കും, മിക്കവാറും റൂട്ട് സ്റ്റോക്കിനായിരിക്കും വണ്ണം കൂടി. ആ റൂട്ട് സ്റ്റോക്ക് ഒരു കുറ്റി പോലെ വെട്ടി നിർത്തിയിട്ട് അതിന് ടോപ്പ് ഭാഗത്തായിട്ട് ഒരു വെട്ടുണ്ടാക്കും. ആ ഒരു വെട്ടിനകത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു മുറിവിനകത്തേക്ക്
നമ്മുടെ സയോൺസിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ സയോൺസ് ആസച്ച് അങ്ങനെയല്ല, അതിൻ്റെ അറ്റം വന്നൊരു പെൻസിൽ വെട്ടുന്ന പോലെ, അല്ല നമ്മൾ ഒരു കുറ്റിയൊക്കെ അടിക്കാൻ വേണ്ടി കുറ്റിയൊക്കെ വെട്ടി ശരിയാക്കുന്ന പോലെ രണ്ട് സൈഡും വെട്ടി, നമ്മുടെ ഒരു ഉളിയൊക്കെ പോലെ ആ ഒരു ഉളിയുടെ ഷേപ്പിൽ വെട്ടി രണ്ട് കോണായിട്ട് വെട്ടിയിട്ട് ഈ നമ്മുടെ ഉണ്ടാക്കിയ നോച്ചിനകത്തേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നു. ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഗ്രാഫ്റ്റിൻ വാക്സ് ഒക്കെ ഉപയോഗിക്കുന്നു. ദെൻ ബാൻഡേജ് ചെയ്യുന്നു. ആൻഡ് ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിൻ സ്റ്റോക്ക് ഇസ് ലാർജ് ആൻഡ് സയോൺ ഇസ് സ്മോൾ. ഓക്കെ, നമ്മൾ ആ ഒരു ചെറിയ സയോണിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മിച്ചമുള്ള ഏരിയയൊക്കെ അങ്ങനെ കിടക്കും. നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ ബാക്കി ഇത് സയോൺ വെച്ചാലും കുറച്ച് എക്സ്ട്രാ ഏരിയ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വാക്സ് വെച്ച് കവർ ചെയ്താൽ മതി. ഒരു വലിയ റൂട്ട് സ്റ്റോക്കിൽ നിന്ന്, വണ്ണം കൂടിയ റൂട്ട് സ്റ്റോക്കിൽ നിന്ന്, ഡയമീറ്റർ കൂടിയ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് തന്നെ ഡയമീറ്റർ കുറഞ്ഞ ഒരു സയോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലുതാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പെൻസിൽ പോലെ ഇങ്ങനെ വെട്ടി രണ്ട് സൈഡും ചേരിച്ചൊരു കുറ്റി പോലെ വെട്ടുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഉള്ളി പോലത്തെ രീതിയിൽ ആ വെട്ടുന്ന ആ ഒരു ഷേപ്പിനെ നമ്മൾ വെഡ്ജ് ഷേപ്പ് എന്നാണ് പറയുക. വെഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്ലെഫ്റ്റ് ഗ്രാഫിംഗ് പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ സയോണും റൂട്ട് സ്റ്റോക്കും അതിൻ്റെ രണ്ടും സെയിം ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, സെയിം ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ വെഡ്ജ് ഷേപ്പിൽ വെട്ടിയ സയോൺ വി ഷേപ്പിൽ കൃത്യമായിട്ട് ഫിക്സ് ആയിട്ട് അതിനകത്ത് ഇരിക്കുന്ന പോലെ ഒരു വി ഷേപ്പിലുള്ള ഒരു കട്ടിങ് ആയിരിക്കും നമ്മൾ എവിടെ ഉണ്ടാക്കുന്നത്, ലീഫ് സ്റ്റോക്കിൽ ഉണ്ടാക്കുന്നത്. സോ ആ വി ഷേപ്പ്ഡ് കട്ടിങ്ങിലേക്ക് കൃത്യമായി തന്നെ നമ്മുടെ സയോൺ ചേർന്നിരിക്കും. ഡയമീറ്റർ തുല്യമായിട്ട് ക്ലീൻ ഒറ്റ പ്ലാന്റ് പോലെ നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്ത് അതിനകത്ത് വെക്കാൻ പറ്റും. ഓക്കെ, സെയിം ഒരേപോലെ വണ്ണമുള്ള ആ പ്ലാന്റ്സിൽ നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ, നമ്മുടെ റൂട്ട് പോർഷൻസിൽ, റെസിപ്പിയൻ്റ് പ്ലാന്റിൽ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗത്തൊരു വി ഷേപ്പിൽ കട്ടിങ് ഉണ്ടാക്കുന്നു. ആ വി ഷേപ്പിനോട് അതേപോലെ തന്നെ അതേ ഷേപ്പ് കിട്ടുന്ന പോലെ അതിനോട് തുല്യമായ രീതിയിൽ തന്നെ അതേ വണ്ണമുള്ള സയോൺസിൽ നമ്മളൊരു വെഡ്ജ് ഷേപ്പ്ഡ് കട്ടിങ് ഉണ്ടാക്കുന്നു. ആ കട്ടിങ്ങുള്ള വെഡ്ജ് ഷേപ്പ്ഡ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുന്നു. ഇറക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വാക്സ് വെച്ച് പൊതിഞ്ഞ് പോളിത്തീൻ കവറൊക്കെ വെച്ച് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. ഒരു പുതിയ പ്ലാന്റായിട്ട് ഗ്രോ ചെയ്യുന്നു. ഓക്കെ, അത് മറ്റൊരു ടൈപ്പ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഗ്രാഫ്റ്റിംഗ് ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഇനി വളരെ കോമൺ ആയിട്ട് നിങ്ങൾ പലരും ചെയ്തിട്ടൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കും ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബഡ്ഡിങ് കുറച്ചുകൂടെ ഈസി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സയോണിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ഗ്രോയിങ് ബഡ്ഡിനെ മാത്രം, നമ്മുടെ ഒരു പ്ലാന്റിലുണ്ടാകുന്ന ഒരു ഗ്രോയിങ് ബഡ്ഡിനെ മാത്രം എടുത്ത് മറ്റൊരു പ്ലാന്റിലേക്ക് കൊടുത്ത് ആ പ്ലാന്റ് പാർട്ടായിട്ട് വളർത്തുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്ലാന്റിൽ രണ്ടിൻ്റെയും ക്യാരക്ടർ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ റൂട്ട് സിസ്റ്റത്തിൽ മാത്രം ഒരു പ്ലാന്റിൻ്റെ ക്യാരക്ടറും ഷൂട്ട് സിസ്റ്റത്തിൽ മറ്റൊരു ക്യാരക്ടറുമാണ്. ഇവിടെ നമ്മൾ ബഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ റൂട്ട് സിസ്റ്റമുള്ള പ്ലാന്റ് റൂട്ട് സിസ്റ്റത്തെ പറ്റി ബോധേഡാവേണ്ട, റൂട്ട് സിസ്റ്റം ഒരു പർട്ടിക്കുലർ പ്ലാന്റ് ആയിരിക്കും. പക്ഷേ ഷൂട്ട് സിസ്റ്റത്തിൽ തന്നെ രണ്ട് ടൈപ്പ് ഷൂട്ട് സിസ്റ്റം വരും, രണ്ട് ടൈപ്പ് ക്യാരക്ടറുകൾ വരും. അപ്പോൾ അങ്ങനെ ബഡ് ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ ഒരേ പ്ലാന്റ്സിൽ തന്നെ പല കളർ ഫ്ലവേഴ്സ്, അങ്ങനെ, അല്ലെങ്കിൽ ഒരേ മരത്തിൽ തന്നെ രണ്ട് ടൈപ്പ് ലീവ്സ്, ഇങ്ങനത്തെയൊക്കെ ഓർണമെൻ്റലായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഗാർഡനിങ് മേഖലയിലൊക്കെ ഭയങ്കര സ്കോപ്പുള്ള, എന്നാൽ ചെയ്യാൻ ഭയങ്കര ടാലൻ്റൊക്കെ വേണ്ടൊരു സ്കിൽഫുള്ളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ചെയ്യുന്നൊരു കാര്യമാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബഡ്ഡിങ് ഈസ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ വിച്ച് എ ബഡ് ടുഗദർ വിത്ത് എ പോർഷൻ ഓഫ് കേംബിയം ലെയർ. ആ ഒരു പോയിൻ്റ് ഓർക്കണം കേട്ടോ. ആ ബഡിനെ മാത്രമായിട്ടല്ല, അതിനകത്തൊരു ചെറിയ കേംബിയം ലെയറോട് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും ബഡ് എടുക്കുന്നത്. കാരണം കേംബിയമാണ് മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി ഉള്ള പോർഷൻ. കേംബിയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഗ്രോ ചെയ്യത്തുള്ളൂ. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി നടന്ന് സെൽ ഡിവിഷനൊക്കെ നടന്ന് ആ സാധനം ഗ്രോ ചെയ്യത്തുള്ളൂ. സോ മെരിസ്റ്റമാറ്റിക് പോർഷനോട് കൂടിയൊരു ബഡിനെ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതാണ് നമ്മൾ മറ്റേ റെസിപ്പിയൻ പ്ലാന്റിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ മെരിസ്റ്റമാറ്റിക് സോണോട് ചേർന്നിട്ട് ഒരുമിച്ച് ഒരു വളരാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യം നടക്കത്തുള്ളൂ. സോ കേംബിയം ലെയർ ഈസ് കട്ട് അവേ ഫ്രം എ ഡിസൈഡ് ഡോണർ പ്ലാന്റ് ആൻഡ് ടൈറ്റ്ലി ഇൻസേർട്ടഡ് ഇൻ ടു എ കറസ്പോണ്ടിങ് കട്ട് ഇൻ ദ റെസിപ്പിയൻ പ്ലാന്റ്. അതിനോട് കറസ്പോണ്ടായിട്ട് നമ്മൾ മറ്റൊരു കട്ട് റെസിപ്പിയൻ പ്ലാന്റ് ഉണ്ടാക്കി അവിടെ വെക്കുന്നു. സോ നമുക്ക് ഇതുകൊണ്ട് രണ്ട് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒന്ന് ഒരേ പ്ലാന്റിൽ തന്നെ രണ്ട് ഷൂട്ട് സിസ്റ്റം കിട്ടുന്നു. പിന്നെ രണ്ട് പ്ലാന്റിന് നമുക്ക് നശിപ്പിച്ച് കളയേണ്ട, ഡാമേജ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് പ്ലാന്റും എലൈവായിട്ട് തന്നെ നിൽക്കും. ശരിയില്ല, അതിൻ്റെ ഒരു പോർഷൻ മാത്രം നമ്മളെടുത്ത് വെക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഡോണർ പ്ലാന്റും അതതിൻ്റെ രീതിയിൽ വളർന്നോളും, റെസിപ്പിയൻ പ്ലാന്റും വളർന്നോളും. പക്ഷേ ഈ ബാക്കിയുള്ള ടെക്നിക്കുകളിലെല്ലാം അല്ലെങ്കിൽ ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മളെടുക്കുന്ന ഒരു സ്റ്റെമ്മിനെ ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നു. അല്ലെങ്കിൽ അപ്രോച്ച് ഗ്രാഫ്റ്റിങ്ങിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് പ്ലാന്റിൽ ഒന്നിൻ്റെ റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഷൂട്ട് സിസ്റ്റം മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഇതിവിടെ അങ്ങനെയല്ല.
രണ്ട് പ്ലാന്റും ഈക്വലി ഗ്രോ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒരു പ്ലാന്റിൽ മാത്രം നമ്മൾ ഡിസൈർഡ് ക്വാളിറ്റീസ് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. ഓക്കെ, ദ മദർ പ്ലാന്റ് ഫ്രം വിച്ച് ദ ബഡ് ഈസ് ടേക്കൻ കോൾഡ് ആസ് ബഡ് വുഡ്. ഇവിടെ സയോൺ എന്നല്ല നമ്മൾ പറയാറ്, നമ്മൾ എവിടെ നിന്നാണോ ബഡ് എടുത്തത് ആ മദർ പ്ലാന്റ് നമ്മൾ ബഡ് വുഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ റിസിപ്പിയൻ പ്ലാന്റ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. ഇവിടെ റൂട്ട് സ്റ്റോക്ക് എന്ന് തന്നെ പറയുന്നു. പക്ഷേ നമ്മൾ എടുക്കുന്ന മദർ പ്ലാന്റ്, ബഡ് എടുക്കുന്ന പ്ലാന്റിനെ നമ്മൾ ബഡിനെ വേണം സയോൺ എന്ന് പറയാം, പക്ഷേ ആ പ്ലാന്റ് നമ്മൾ ബഡ് വുഡ് എന്നൊരു പേരിൽ കൂടി പറയാറുണ്ട്. ഓക്കെ, ബഡിങ് മേ ബി റിഗാർഡ് ആസ് എ സ്യൂഡോ ഗ്രാഫ്റ്റിംഗ് ഓർ ബഡ് ഗ്രാഫ്റ്റിംഗ്. ഇതൊരു സ്യൂഡോ ഗ്രാഫ്റ്റിംഗ് ആണ്, ഒരു രീതിയിലുള്ളൊരു ഗ്രാഫ്റ്റിംഗ് തന്നെയാണ്. എന്നാൽ ഒരു സ്യൂഡോ കപടമായ ഒരു ഗ്രാഫ്റ്റിംഗ്. ഇവിടെ ബഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു പേര് വിളിക്കുന്നതാണ് ബഡ് ഗ്രാഫ്റ്റിംഗ് എന്നൊരു മറ്റൊരു പേരും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബഡിങ് ശരിക്കും ഇപ്പോൾ അതിന് ബഡ് ചെയ്യാൻ വേണ്ടി നമ്മളെന്താണ് ബഡ് തന്നെ എടുക്കുന്നത്. അത് എടുക്കുന്നതും അതിന് വേണ്ടി നമ്മളെടുക്കുന്ന റെസിപ്പിയൻ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന കട്ട് എങ്ങനെയാണ്, ബേസിക്കലി അതാണ് ഉദ്ദേശിക്കുന്നത്. ആ റെസിപ്പിയൻ്റ് പ്ലാന്റിൽ ഏത് രീതിയിലുള്ള കട്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ബഡിനെ നമ്മൾ അങ്ങോട്ട് വെക്കുന്നത് എന്നത് വെച്ചിട്ട് നമുക്കൊരു കുറേ ടൈപ്പ് ബഡിങ് പറയുന്നുണ്ട്. ഓക്കെ, ടീ ബഡിങ്, പാച്ച് ബഡിങ്, ചിപ്പ് ബഡിങ്, ഫ്ലാപ്പ് ബഡിങ്, റിംഗ് ബഡിങ് ആൻഡ് ഫ്ലൂട്ട് ബഡിങ്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ടീ ബഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ എ ബഡ് ഈസ് കട്ട് അവേ ഫ്രം ദ ഡിസൈർഡ് പ്ലാന്റ്, ദെൻ എ ടീ ഷേപ്പ്ഡ് കട്ട് ഈസ് മെയ്ഡ് ഓൺ ദ ബാർക്ക് ഓഫ് ദി സ്റ്റോക്ക്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെ സ്റ്റോക്ക് പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ റൂട്ട് സ്റ്റോക്ക് പ്ലാന്റിൻ്റെ ബാർക്കിൽ നമ്മൾ ടീ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ടീ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എ ഷീൽഡ് ലൈക്ക് സയോൺ. അപ്പോൾ ഈ സയോണിന് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഷീൽഡ് പോലെയാണ് ഇതിരിക്കുന്നത്. ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പടച്ചട്ടയൊക്കെ ഇല്ലേ, ചതുരാകൃതിയിലുള്ളൊരു പടച്ചട്ടയുടെ ഒരു ഷേപ്പിലാണ് നമ്മളിത് എടുക്കുന്നത്. ബാഹുബലി സിനിമയ്ക്കകത്തൊക്കെ അവർ ഒരുമിച്ച് ചേർത്തിട്ട് ഇങ്ങനെ പനയുടെ ഉണ്ടായിക്കൂടെയൊക്കെ ചാടുന്ന സാധനം. സോ അതുപോലത്തെ ഒരു ഷീൽഡ്, ആ ഒരു ഷീൽഡ് ഷേപ്പിലാണ് നമ്മുടെ ബഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഷീൽഡ് ഷേപ്പായിട്ടുള്ള സയോൺ ഫിക്സ്ഡ് ടൈറ്റ്ലി ഇൻ ടു ദിസ് കട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദ കേംബിയർ ലെയേഴ്സ് ഓഫ് സയൻസ് ആൻഡ് സ്റ്റോക്ക് ആർ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അങ്ങനെ നമ്മൾ എന്ത് വെച്ചാൽ ഈ ടീ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഓർക്കുക, ഒരു ഡോറ് തുറക്കുന്ന പോലെ ആ ടീ ഷേപ്പിലെ ആ ഭാഗം നമ്മൾ ഡോറ് തുറക്കുന്ന പോലെ. എന്നാൽ ഡോറിൻ്റെ അടിഭാഗം ചേർന്നിരിക്കുകയാണ്, മുകൾ ഭാഗം മാത്രമേ തുറക്കത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മൾ ആ കട്ടിനെ ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഒരു ചെറിയ പീസ്, ആ ഒരു പടച്ചട്ട പോലുള്ള ഷീൽഡ് പോലുള്ള നമ്മുടെ ബഡിനെ അല്ലെങ്കിൽ സയോണിനെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഡോറങ്ങ് അടയ്ക്കുന്നു. ആ രീതിയിൽ അതിൻ്റെ ബഡ് മാത്രം വെളിയിൽ കാണും എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബഡ് ഒഴികെ ബാക്കി പോർഷൻ മുഴുവൻ അതിനകത്ത് തന്നെയായിട്ട് പോകും. അതിനുശേഷം പിന്നെ ബാൻഡേജ് ചെയ്തിട്ട് വാക്സൊക്കെ വെച്ച് അയച്ചിട്ട് നമ്മൾ ബാൻഡേജ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അവിടെയും നമ്മൾ കട്ടുണ്ടാക്കുമ്പോൾ അവിടെ ഒരു കേമ്പിയം എക്സ്പോസ്ഡ് ആയിരിക്കണം. നമ്മൾ വെക്കുന്ന സയോൺസിൻ്റെ കേമ്പിയം അതിനോട് ചേർന്നിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്ത ആ ടെസ്റ്റിനൊരു റിസൾട്ട് ഉണ്ടാവുകയും പുതിയൊരു പ്ലാന്റ് ഉണ്ടായി വരികയും ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കുക. ഓക്കെ, ദെൻ കട്ട് ഈസ് സീൽഡ് വിത്ത് ഗ്രാഫ്റ്റിംഗ് വാക്സ് ആൻഡ് ബാൻഡേജ് ദ സയോൺ ഗ്രോസ് ഓൺ ദ സ്റ്റോക്ക് ആസ് എ ന്യൂ പ്ലാന്റ്. അതാണ് ടീ ബഡിങ് എന്ന് പറയുന്നത്. ആ കട്ടിങ് ഉദ്ദേശിച്ചിട്ട് ആ ടീ ഷേപ്പിലാണ് കട്ടിങ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാച്ച് ബഡിങ് എന്ന് പറഞ്ഞാൽ അതും ആ കട്ടിങ്ങിനെ വെച്ചിട്ടാണ്. ഇൻ ദിസ് മെത്തഡ് എ പാച്ച് ഓഫ് ബാർക്ക് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഇൻ്റർനോഡൽ റീജിയൻ ഓഫ് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ഒരു പാച്ച്, ഒരു ഇതുപോലെ പടച്ചട്ടയുടെ ഷേപ്പിലല്ലെങ്കിലും ഒരു പാച്ച് ഓഫ് ഒരു ചതുരാകൃതിയിലോ ആ ഒരു ഷേപ്പിൽ നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ടീ ഷേപ്പിൽ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാർക്കിന് റിമൂവ് ചെയ്യുന്നില്ല, ബാർക്ക് അവിടെ തന്നെ ഉണ്ട്, ഒരു വര പോലെ ഇങ്ങനെ ടീ ഷേപ്പിൽ കട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ബഡ് എങ്ങനെയാണോ അതേ വലിപ്പത്തിൽ തന്നെ അവിടുന്ന് ബാർക്ക് എടുത്ത് കളയുകയാണ്. എടുത്ത് കളഞ്ഞിട്ട് അവിടേക്ക് നമ്മുടെ സയോണിനെ റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഫുള്ള് അപ്പോൾ കൃത്യം സൈസ്, അതിൻ്റെ സൈസും ഷേപ്പും എത്രയാണോ അതേ അളവിൽ തന്നെ നമ്മൾ റെസിപ്പിയൻറ്റിൻ്റെ ബാർക്കിൽ നിന്നും എടുത്ത് കളയുന്നു. നമ്മുടെ ബഡിൻ്റെ സെയിം സൈസിലും ഷേപ്പിൽ ഒരു കട്ട് ഉണ്ടാക്കുന്നു. ആ കട്ടിലേക്ക് നമ്മുടെ പാച്ച് ഓഫ് ബഡ് വെക്കുന്നു, അതിനെ വാക്സ് ചെയ്യുന്നു, ബാൻഡേജ് ചെയ്യുന്നു, അത് പയ്യെ ഗ്രോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഫുള്ള് ആദ്യത്തെ കാലത്തൊക്കെ ഫുള്ള് കവറൊക്കെ ചെയ്ത് വെക്കണം. കാരണം ചെയ്ത ടൈമിലൊക്കെ ഒരുപാട് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഡാമേജായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ആദ്യം ഇത് ടൈ ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് കവറൊക്കെ ചെയ്ത് വെച്ച് ഒരു ഫിക്സ് ആയതിന് ശേഷം മാത്രമാണ് പിന്നീട് നന്നായിട്ട് ഗ്രോ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടെയും കേമ്പിയൻ ലെയർ കോയിൻസൈഡായിട്ട് തന്നെ നിൽക്കണമാണ്. ഇവിടെ നിന്നല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോസസ്സിലും തന്നെ ഗ്രാഫ്റ്റിങ്ങിലെ എല്ലാ മെത്തേഡിലും തന്നെ കേമ്പിയൻ തമ്മിൽ ചേർന്നാൽ മാത്രമേ ഗ്രോത്ത് നടക്കുകയുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് എഴുതാവുന്നൊരു പോയിൻ്റാണ്. ഓക്കെ,
ദെൻ ചിപ്പ് ബഡ്ഡിങ് ഉണ്ട്. ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ചെരിച്ച് നമ്മൾ ഒരു അകത്തേക്ക് ഇച്ചിരി റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു ചെരിച്ചൊരു ലൈക്ക് നമുക്കൊരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ നല്ല കിട്ടുന്ന പോലെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രികോണം പോലെ അല്ലെങ്കിൽ ട്രയാങ്കിൾ പോലത്തെ രീതിയിൽ കട്ട് നമ്മൾ മേളിൽ നിന്ന് ചെരിച്ച് കട്ട് ചെയ്യുന്നു, അടിഭാഗം ലെവലായിട്ടും കട്ട് ചെയ്ത് കിട്ടുമ്പോൾ. അല്ലെങ്കിൽ നമ്മളൊരു ട്രീ ഒക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ബേസ് ഭാഗം കട്ട് ചെയ്യുന്നൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ്, ആ ഒരു ഷേപ്പിലാണ് നമ്മുടെ ബഡിനെ കട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്ന ആ ഒരു ബഡിന് നമ്മൾ ചിപ്പ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെ തന്നെ നമ്മൾ എവിടെയും കട്ട് ചെയ്യുന്നു, നമ്മുടെ ഫ്രൂട്ട് സ്റ്റോക്കിലും കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാർക്ക് മാത്രമല്ല കുറച്ച് വുഡി പോർഷൻസ് കൂടി ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ KMBM ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കുറച്ച് അതിനകത്തേക്ക് കയറി ഇരിക്കാനും നമ്മൾ കെട്ടിയില്ലെങ്കിൽ തന്നെ അത് ടൈറ്റായിട്ട് ഇരിക്കാനും അതേ ഷേപ്പിൽ തന്നെ ആകുമ്പോഴത്തേക്കും ഇരിക്കാനും ഒക്കെ ഇങ്ങനത്തെ ടൈപ്പ് ബഡ്ഡിങ് ഗുണം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ബഡ്ഡിങ് ആണ്. ഇനി അതല്ലാണ്ട് ഫ്ലാപ്പ് ബഡ്ഡിങ് എന്ന് പറയുന്നുണ്ട്. ഫ്ലാപ്പ് ബഡ്ഡിങ് അല്ലെങ്കിൽ ഫോർക്ക് ബഡ്ഡിങ് പറയുന്നുണ്ട്. ഇതിനകത്തെ ഫ്ലാപ്പ് ഓഫ് ബാർക്ക് ഈസ് പീൽഡ് ഓഫ് ഫ്രം ദ റൂട്ട് സ്റ്റോക്ക് ആൻഡ് എ സ്മോൾ പോർഷൻ ഓഫ് ഇസ് ഫ്രീ ടിപ്പ് ഈസ് സ്ലൈസ്ഡ് അവേ. ഓക്കെ, ഇത് ഞാൻ പ്രസൻറ്റേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ നോർമൽ ടെക്സ്റ്റിനകത്ത് കാണുന്നതാണ് ഫ്ലാപ്പ് ബഡ്ഡിങ്. ഫ്ലാപ്പ് ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളൊരു മുകളിൽ ഒരു ലൈനായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബാർക്കിന് അല്ലെങ്കിൽ ഒരു ചെടിയുടെ തൊലിയെ താഴേക്ക് വയ്യെ ഇങ്ങനെ വലിച്ച് മാറ്റുകയാണ്. അത് പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലൈഡ് പോലെ നമ്മളത് വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് ചെറിയൊരു ബഡ് അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഈ പീൽ ചെയ്തെടുത്ത വലിച്ച് എടുത്ത ആ ഒരു തൊലി വീണ്ടും റീജോയിൻ ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ബഡ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പീൽ ചെയ്തെടുത്ത ആ സ്കിന്നിന് വീണ്ടും റീജോയിൻ ചെയ്ത് വെച്ച് അതിനെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിവെക്കുന്നു. ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊക്കെ വളരെ എളുപ്പം. നിങ്ങൾക്ക് പിക്ചർ ഒന്ന് നോക്കുകയാണ്, 300 പേജ് 300 പിക്ചറുണ്ട്, ഒറ്റ നോട്ടത്തിന് കാര്യം കൂടി കിട്ടും. ഓക്കെ, ദെൻ റിംഗ് ബഡ്ഡിങ് ഉണ്ട്. റിംഗ് ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പാച്ചായിട്ടോ അല്ലെങ്കിൽ T ഷേപ്പിലൊന്നുമല്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, ഒരു റിംഗ് ആയിട്ട് തന്നെ, കംപ്ലീറ്റ് ഒരു റിംഗ് ആയിട്ട് തന്നെ നമ്മുടെ ബഡിൻ്റെ ബാർക്കിനെയും കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ നമ്മുടെ റെസിപ്പിയൻ പ്ലാന്റിൻ്റെയും ആ ഒരു റിംഗ്, ഒരു മോതിരം പോലെ തന്നെ, ആ ഒരു മോതിരം ഇട്ടേക്കുന്ന പോലെ തന്നെ നമ്മളിത് കൊണ്ടുവന്ന് പിടിപ്പിക്കുകയാണ്. അങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു ടൈപ്പ് കട്ടിങ് ആണ് റിംഗ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് ഫ്ലൂട്ട് ബഡ്ഡിങ്. ദ റൂട്ട് സ്റ്റോക്ക് ഈസ് കട്ട് അവേ ഫ്രം സം ഡിസ്റ്റൻസ് എബോവ് ദ ഗ്രൗണ്ട് ലെവൽ. ലോങ് വെർട്ടിക്കൽ ഗ്രൂവ്സ് ആർ മെയ്ഡ് ഇൻ ദ ബാർക്ക് ഓഫ് ദി ടോപ്പ് പോർഷൻ ഓഫ് ഫ്രൂട്ട് സ്റ്റോക്ക്. ദീസ് ഗ്രൂവ്സ് ആർ കോൾഡ് ഫ്രൂട്ട്സ്. കുറച്ച് ഗ്രൂവ്സ് ഉണ്ടാക്കുന്നു, അതായത് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് ഈസ് കട്ട് അവേ ഫ്രം സം ഡിസ്റ്റൻസ് എബോവ് ദ ഗ്രൗണ്ട് ലെവൽ. നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് നിങ്ങൾ ഓർക്കുക. നമ്മുടെ റൂട്ട് സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഒരു വെട്ടുണ്ടാക്കി അതിനകത്തേക്ക് നമ്മൾ സൈവണ്ണ കുത്തി ഇറക്കി വെക്കുന്നു. അതാണല്ലോ മെത്തേഡ്. ഇവിടെയും സെയിം മെത്തേഡ് തന്നെ. ഇവിടെ നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്നിലേറെ മുറിവുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഓരോ മുറിവിനകത്തേക്കും എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു സിമിലർ സൈസുള്ള ഒരു ബഡ് വുഡിലെ ഒരു സിമിലർ സൈസുള്ള ഒരു ബഡ് നമ്മൾ ആ ഗ്യാപ്പിലേക്ക് ഒരു ഷീൽഡിൽ നമ്മളങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ വളരെ അത്ര സക്സസീവായിട്ടൊരു മെത്തേഡല്ല, എന്നാലും ആ ഒരു മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ റൂട്ട് സ്റ്റോക്ക് ഉണ്ട്. ആ റൂട്ട് സ്റ്റോക്കിൻ്റെ മേൽഭാഗം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുന്നു. അവിടെ കുറേ മുറിവുകൾ ഉണ്ടാക്കുന്നു. ആ മുറിവുകളെ ഫ്ലൂട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ആ ഫ്ലൂട്ട്സിലേക്ക് നമ്മുടെ പാച്ച് ഓഫ് ബഡിനെ ഇറക്കി വെക്കുന്നു. ഓരോ മുറിവുകളിലും ഒന്നിലേറെ പാച്ചായിട്ട് ഇറക്കി വെക്കുന്നു. അപ്പോൾ ഇത്രയാണ് മെയിൻലി നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഒറ്റ തവണ വായിച്ച് നോക്കിയാൽ പിക്ചറും കണ്ടാൽ തന്നെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്. കൺഫ്യൂസ്ഡ് ആവേണ്ട യാതൊരു കാര്യമില്ല. പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ടോപ്പിക്കുമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാക്കാൻ കാര്യമായിട്ട് ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. എൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.